أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ صرفنا إليك نفرا من الجن يستمعون القرآن فلما حضروه قالوا أنصتوا فلما قضي ولوا إلى قومهم منذرين. قالوا يا قومنا إنا سمعنا كتابا أنزل من بعد موسى مصدقا لما بين يديه يهدي إلى الحق وإلى طريق مستقيم. يا قومنا أجيبوا داعي الله وآمنوا به يغفر لكم من ذنوبكم ويجركم من عذاب أليم. ومن لا يجب داعي الله فليس بمعجز في الأرض وليس له من دونه أولياء أولئك في ضلال مبين. أولم يروا أن الله الذي خلق السماوات والأرض ولم يعي بخلقهن بقادر على أن يحيي الموتى بلى إنه على كل شيء قدير. ويوم يعرض الذين كفروا على النار أليس هذا بالحق قالوا بلى وربنا قال فذوقوا العذاب بما كنتم تكفرون. فاصبر كما صبر أولو العزم من الرسل ولا تستعجل لهم كأنهم يوم يرون ما يوعدون لم يلبثوا إلا ساعة من نهار بلاغ فهل يهلك إلا القوم الفاسقون. صدق الله. ഞാൻ ആദ്യം ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ ഖുർആൻ തുറന്നു വെച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഖുർആൻ ആപ്പ് ഏതെങ്കിലും തുറന്നു വെച്ചിട്ടുണ്ടോ, അതോ വെറുതെ ഇങ്ങനെ കേൾക്കണോ? ഞാനുണ്ട്. ഫോണിന്റെ കാര്യമുണ്ടോ ഉസ്താദ്? ഓ, ഖുറാൻ ഫോണിൽ തുറന്നു വെക്കണമെങ്കിൽ ഒന്നു കൊടുക്കണോ? ഏതിലായാലും വേണ്ടില്ല, തുറന്നു വെച്ചിട്ടുണ്ടോ എന്ന് ആണ് എൻ്റെ ചോദ്യം. അതായത് ഞാനത് ഓതി തരുമ്പോഴൊക്കെ അത് ശ്രദ്ധിക്കുന്നുണ്ടോ, അതോ അങ്ങനെ ജസ്റ്റ് കേൾക്കണോ എന്ന്. രണ്ടർത്ഥത്തിൽ നമുക്ക് ഇതിനെ അപ്രോച്ച് ചെയ്യാം. ഒന്ന്, ഖുർആൻ നോക്കിയിട്ട് അതിൻ്റെ കൂടെ അർത്ഥമൊക്കെ ഫോളോ ചെയ്തിട്ട് കറക്റ്റായിട്ട് അതിൻ്റെ ഓത്തൊക്കെ ശ്രദ്ധിച്ച് പോകാം. മറ്റത് നമ്മൾ ജസ്റ്റ് എൻ്റർ ചെയ്ത് അത് കേട്ട് അങ്ങനെ അങ്ങ് വിടാം. അപ്പോൾ അത് രണ്ടാമത് വിടുന്നത് നമുക്ക് വലിയ ഗുണം ചെയ്യൂല, അതെന്തോ ഒരു പ്രഭാഷണം കേൾക്കണ പോലെ തോന്നുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് വിഷയാധിഷ്ഠിതമായിട്ട് പോകുന്നതുകൊണ്ട് അതായിരിക്കും നന്നായിരിക്കും ഇൻഷാ അള്ളാ. വിഷയം കഴിഞ്ഞ ആഴ്ചയിൽ നിന്ന് വിഷയം മാറിയിട്ടുണ്ട്. ഈ പ്രാവശ്യം നമ്മൾ ഈ ആഴ്ചയോട് കൂടി നമ്മൾ തീർക്കുകയാണ്. കാരണം നോമ്പിന് നമുക്ക് ക്ലാസ്സുകൾ ഉണ്ടാവില്ല. നോമ്പ് കഴിഞ്ഞിട്ട് വീണ്ടും മറ്റൊരു സൂറത്ത് നമുക്ക് തുടങ്ങാം. അപ്പോൾ ഈ സൂറത്ത് ഇവിടെ അവസാനിപ്പിക്കാനുണ്ട്. എന്നുവെച്ചാൽ വ്യത്യസ്തമായ ഒന്ന് രണ്ട് വിഷയങ്ങൾ പറയാനുണ്ട് ഇൻഷാ അള്ളാ. ആദ്യം നമുക്ക് അതിന്റെ അർത്ഥത്തിലേക്ക് തന്നെ പോവാം. ഇത് സൊറഫ്ന ഇലൈക്ക നഫറ മിനൽ ജിൻ. സറഫ എന്ന് പറഞ്ഞാൽ തിരിച്ചു വിട്ടു എന്നാണ്, വഴി തിരിച്ചു വിട്ടു. വൈദ് സൊറഫ്നയിലേക്ക് നഫറം മിനൽ ജിൻ, ജിന്നുകളിൽ നിന്ന് ഒരു സംഘത്തെ നാം തിരിച്ചു വിട്ടു താങ്കളുടെ അടുത്തേക്ക് ജിന്നുകളിൽ നിന്ന് ഒരു സംഘത്തെ നാം തിരിച്ചുവിട്ട സന്ദർഭം ഓർക്കുക. അതൊരു പ്രധാന സംഭവമാണ്. ഖുറാനിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ജിന്നുകളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുടെ ഒരു ഇന്ററാക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് യസ്തമിഊനൽ ഖുർആൻ, അങ്ങനെ അവർ വന്ന് ഖുർആൻ ശ്രദ്ധിച്ചു കേൾക്കുന്നു. സ്വാഭാവികമായിട്ടും അവർ ആ വഴിയിലേക്ക് വന്നു, ഒരു ഖുർആൻ കേട്ടു. ഫലമ്മ ഹളറൂഹു, അങ്ങനെ അവർ അതിൻ്റെ അടുത്തെത്തിയപ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ ഓതുന്നതിൻ്റെ അടുത്തെത്തിയപ്പോൾ, ഖാലു, അവർ പറഞ്ഞു, അൻസിത്തു അൻസിത്തു, എല്ലാവരും മിണ്ടാതിരിക്കാൻ വേണ്ടി, നിങ്ങളെല്ലാവരും മിണ്ടാതിരിക്കും. ഫലമ്മ ഖുദിയ, അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖിറാഅത്ത് കഴിഞ്ഞപ്പോൾ, വല്ലൗ ഇലാ ഖൗമിഹിം, വല്ലൗ അവർ തിരിച്ചുപോയി ഇലാ ഖൗമിഹിം, അവരുടെ സമൂഹത്തിലേക്ക്, മുന്തിരീൻ, മുന്നറിയിപ്പുകാരായിട്ട്. അപ്പൊ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് അവർ തിരിച്ചുപോയി. ഇതാണ് ആ സംഭവത്തെ കുറിച്ചിട്ടുള്ള പരാമർശം. പിന്നീട് ഈ ജിന്നുകൾ കാലു, അങ്ങനെ അവർ അവരുടെ സമൂഹത്തിലേക്ക് തിരിച്ചു പോയിട്ട് ആ സമൂഹത്തിൽ ചെന്നിട്ട് അവർ പറഞ്ഞ കാര്യമാണ്. കാലു, അവർ പറഞ്ഞു,
യാ കൗമന, ഞങ്ങളുടെ സമൂഹമേ, ഇന്ന സമയാന, ഞങ്ങൾ കേട്ടിരിക്കുന്നു, കിതാബൻ, ഒരു വേദഗ്രന്ഥം, ഞങ്ങളത് കേട്ടു. ഉൻസില മിംബാദി മൂസ, മൂസക്ക് ശേഷം അവതരിപ്പിക്കപ്പെട്ട ഒരു വേദഗ്രന്ഥം. മുസദ്ദിഖൻ ലിമാ ബൈന യദൈ, അത് അതിന്റെ മുമ്പുള്ളതിനെ സത്യപ്പെടുത്തുന്നതാണ്. മുസദ്ദിഖൻ, അത് സത്യപ്പെടുത്തുന്നതാണ്. ലിമാ ബൈന യദൈഹി, അതിന്റെ മുമ്പിലുള്ളതിന് അല്ലെങ്കിൽ അതിന്റെ തൊട്ട് മുമ്പുള്ളതിന്. യഹ്ദി ഇലൽ ഹക്ക്, അത് ഹക്കിലേക്ക്, സത്യത്തിലേക്ക് വഴി കാണിക്കുന്നു. വ ഇലാ ത്വരീഖിൻ മുസ്തഖീം, യഥാർത്ഥ മാർഗത്തിലേക്ക്, അല്ലെങ്കിൽ മുസ്തഖീമായ ചൊവ്വായ നേരായ മാർഗത്തിലേക്ക് അത് വഴി കാണിക്കുന്നു. യാ കൗമന, ഞങ്ങളുടെ സമൂഹമേ, അജീബു ദായി അല്ലാ, അള്ളാഹുവിലേക്ക് വിളിക്കുന്നവന് നിങ്ങൾ ഉത്തരം നൽകുക. അജീബു എന്ന് പറഞ്ഞാൽ ഉത്തരം നൽകുക. ദായി അല്ലാ, അള്ളാഹുവിലേക്ക് വിളിക്കുന്ന ദായി എന്ന് പറഞ്ഞാൽ ക്ഷണിക്കുന്ന ആളുകൾക്ക്. വ ആമിനു ബിഹി, അവനിൽ നിങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിൽ നിങ്ങൾ വിശ്വസിക്കുക. യഗ്ഫിർ ലക്കും മിൻ ദുനൂബിക്കും, നിങ്ങളുടെ പാപങ്ങൾ നിങ്ങൾക്ക് പുറത്തു തന്നേക്കാം. വ യുജിർക്കും, നിങ്ങൾക്ക് അവൻ അഭയം നൽകും. അജാറ യുജീർ എന്ന് പറഞ്ഞാൽ അഭയം നൽകി. യഗ്ഫിർ ലക്കും മിൻ ദുനൂബിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാ പാപങ്ങളും പുറത്തു തരുമെന്നാണ് അതിന്റെ അർത്ഥം. വ യുജിർക്കും മിൻ അദാബിൻ അലീം, വളരെ വേദനാജനകമായ, അലീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേദന ഉണ്ടാക്കുന്ന വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് നിങ്ങൾക്ക് അഭയം നൽകാനും പറ്റിയതാണത്. അതാ വിശ്വാസം. ഒമൻ ലാ യുജിബ് ദാഇ അല്ലാഹ്, ഇനി അള്ളാഹുവിന്റെ വിളിക്ക് ആര് ഉത്തരം നൽകുന്നു, അള്ളാഹുവിലേക്ക് വിളിക്കുന്നവന് ആരും ഉത്തരം നൽകിയിട്ടില്ലേ. അപ്പം നേരത്തെ ദായി എന്ന് പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. ഈ ദായി അള്ളാഹുലേക്ക് വിളിക്കുന്ന ദായിക്ക് ആരും ഉത്തരം നൽകുന്നില്ലയോ, ഫലൈസ ബി മുഅ്ജിസിൻ ഫിൽ അർള്, ഭൂമിയിൽ, ഫലൈസ അവനല്ല, ബി മുഅ്ജിസിൻ ഫിൽ അർള്, ഭൂമിയിൽ അവൻ തോൽപ്പിക്കുന്നവരല്ല. എന്നാൽ അവൻ അതിജയിക്കാൻ സാധിക്കൂല, അവൻ ആരെയും തോൽപ്പിക്കാൻ പോകുന്നില്ല. ഒരാൾ അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകിയിട്ടില്ല, അല്ലെങ്കിൽ അള്ളാഹുലേക്ക് വിളിക്കുന്ന ആൾക്ക് ഉത്തരം നൽകാതെ ധിക്കാരം കാണിക്കുകയാണെങ്കിൽ അവന് പ്രത്യേകിച്ച് ഭൂമിയിൽ ആരെയും തോൽപ്പിക്കാൻ സാധ്യമല്ല. അവൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. വലൈസ ബി മുഅ്ജിസിൻ ഫിൽ അർള് വലൈസ ലഹു മിൻ ദൂനിഹി ഔലിയ, അള്ളാഹുവിന് കൂടാതെ അവൻക്ക് ഒരു സഹായിയും ഉണ്ടായിരിക്കില്ല. ഈ ദുനിയാവില് അള്ളാഹുവിലേക്കുള്ള വിളിക്ക് ഉത്തരം നൽകാതിരിക്കുന്നവന് അള്ളാഹു അല്ലാതെ വേറെ അവർക്ക് ഒരു സഹായി ഉണ്ടാവില്ല. അങ്ങനെ ഒരു സഹായിയെ അവന്റെ കൂടെ അവന് കിട്ടുകയില്ല. ഉലൈക ഫീ ളലാലിൻ മുബീൻ, അവർ വഴിപിഴച്ചവരാണ്. അപ്പോ ആദ്യ ഭാഗം ഇതാണ്. അപ്പോൾ അതിനെ കഴിഞ്ഞിട്ട് അത് തുടർന്ന് നമുക്ക് മറ്റേ ഭാഗത്തിന്റെ അർത്ഥത്തിലേക്ക് പോവാം. ഇവിടെ സംഭവം എന്താണെന്ന് വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദീനി പ്രബോധനവും ഒക്കെ തുടങ്ങിയിട്ട് 10 വർഷത്തോളം കഴിഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ ഈ സൂറത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഇതിന്റെ ഒരു അവതരണ പശ്ചാത്തലം. ആ അവതരണ പശ്ചാത്തലത്തിലേക്ക് കാരണമായത് ഈ ഒരു സംഭവമാണ്. അവതരണ പശ്ചാത്തലം ഇതാണെന്ന് മനസ്സിലാക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തായിഫിൽ പോയ സംഭവം നമ്മൾ പറഞ്ഞു. നമ്മൾ തായിഫിൽ പോയിട്ട് തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ നഹ്ല എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നബി കുറച്ച് താമസിച്ചിരുന്നു. അവിടെ അത് ഇന്നത്തെ സെയ്ലുൽ കബീർ, അതായത് കർണു മനാസിൽ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലമുണ്ട്. കർണു മനാസിൽ, ഈ കർണു മനാസിൽ എന്ന് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? എന്താണ് ആ സംഭവം എന്ന് ആർക്കെങ്കിലും അറിയോ? ഒന്ന് പറയും പെട്ടെന്ന്. സൗദിയിലെ തോയിഫിനടുത്തുള്ള കർണു മനാസിൽ. അതെ, ഹെറാം കെട്ടാല മീക്കാത്തല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. ഇഹ്റാം കെട്ടാനുള്ള മീക്കാത്താണ്. ആ സ്ഥലത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തോയിഫിൽ നിന്ന് വരുമ്പോൾ ആ സ്ഥലത്താണ് താമസിച്ചത്. അപ്പൊ ആ താമസിച്ച സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകിൽ ഇശാസ്കാരം അല്ലെങ്കിൽ തഹജ്ജുദ്, രണ്ടാലൊരു നിസ്കാരത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിൽക്കുകയും ദീർഘമായി ഖുർആൻ പാരായണം ചെയ്യുന്ന സന്ദർഭത്തിലാണ് ജിന്നുകളുടെ ഒരു സമൂഹം ആ വഴി വരുന്നു. അവര് നുസൈബിയൻ എന്ന് പറയുന്ന ഒരു ജിന്നുകളാണ്. നുസൈബിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നുസൈബിയ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നുള്ളവരാണെന്ന് പറയുന്നുണ്ട്. അതല്ല വേറെ അതെന്ന് പറയുന്നത്. എന്തായാലും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം അനുസരിച്ച് അവര് നുസൈബിയ എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്ന്, ആ ഭാഗത്ത് നിന്ന് എവിടെ നിന്നുള്ളത്, അത് ഇറാഖിലാണോ തുർക്കിയിലാണോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഗ്രാമം. എന്തായാലും ആ ഭാഗത്തു നിന്നുള്ള ജിന്നുകളാണ് എന്ന് പറയുന്നു. അല്ലാഹു ആലം. അവര് 7 ആളുകളായിരുന്നു ഉണ്ടായിരുന്നത് എന്നും 9 ആളുകളായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അവർ വേറെ ഏതോ വഴിക്ക് പോവാണ്. അപ്പൊ ആ വഴിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു വഴി തിരിച്ചു വിട്ടു എന്നാണ് പറയുന്നത്, ഇത് കേൾക്കാൻ വേണ്ടിയിട്ട്. പിന്നീട് ഈ ജിന്നുകൾ അവരുടെ സമൂഹത്തിലേക്കുള്ള ദൂതന്മാർ എന്ന അർത്ഥത്തിൽ അവരവിടെ പോവുകയുണ്ടായി. അവരോട് അവർ പറഞ്ഞ കാര്യങ്ങളാണ് ഈ പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അവർ മൂസാ നബിക്ക് ശേഷം ലക്ഷണമൊത്ത ഒരു ഗ്രന്ഥത്തെക്കുറിച്ച് അറിയാത്തൊരു വിഭാഗമാണ്.
ഇപ്പൊ ഈസാ നബിക്ക് ഗ്രന്ഥം വന്നിട്ടുണ്ട്, ദാവൂദ് നബി അലൈഹി സ്വലാമക്ക് ഗ്രന്ഥം വന്നിട്ടുണ്ട്. പക്ഷെ ഈ ജിന്നുകൾ ഒരു പക്ഷേ അത്തരം സംഗതികളെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാവില്ലായിരിക്കും. അപ്പൊ ജിന്നുകൾ ഇങ്ങനെ പുതിയ ഏതോ പ്രവാചകൻ ഇവിടെ ഭൂമിയിൽ വന്നിട്ടുണ്ട്. പിന്നെ ജിന്നുകളും മനുഷ്യരും രണ്ട് ഏഹ്, ദ്വന്ദ്ങ്ങളായിട്ട് പോകുന്നവരാണ്. ഒരു ഭൂമിയിൽ തന്നെയാണ് ജിന്നുകൾ ഉള്ളത്, പക്ഷെ രണ്ട് ദ്വന്ദ്ങ്ങളാണ്. നമുക്ക് നമ്മളുടേതായ ഒരു സ്ഫിയറിലല്ല അവരുള്ളത്. നമ്മളുടേതായ ഭക്ഷണങ്ങളോ ഒന്നുമല്ല അവരുടേത്, വേറെ ഒന്നാണ്. അപ്പൊ അങ്ങനെ ഒരു സമാന്തരമായ സൃഷ്ടികൾ ഇവിടെ ജീവിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഡിവൈനായ അറിവാണ്. അല്ലാതെ നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ആർജിച്ചെടുക്കാൻ പറ്റുന്ന ഒരു അറിവല്ല കേട്ടാ ജിന്നുകൾ ഉണ്ട് എന്നുള്ളത്. അല്ലെ ആരെങ്കിലും ജിന്നുകളെ കണ്ടിട്ടോ കേട്ടിട്ടോ തൊട്ടിട്ടോ രുചിച്ചിട്ടോ മണത്തിട്ടോ അറിയാൻ പറ്റില്ല ജിന്നുകളുടെ സാന്നിധ്യം. അപ്പൊ അതുകൊണ്ട് ഇന്നഹു യറാക്കും ഹുവ വ ഖബീലുഹു മിൻ ഹൈസു ലാ തറൗനഹും, നിങ്ങൾ ഒന്നും നിങ്ങളെ കാണാത്ത ഒരു ഭാഗത്ത് നിന്ന് അവർ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് നമ്മളെ കാണാൻ സാധിക്കുന്നുണ്ട്. അവർക്ക് നമ്മളുമായിട്ട് അവർക്ക് നമ്മളിലേക്ക് എത്താൻ സാധിക്കും. ഒരു പക്ഷേ നമ്മളുടെ അടുത്ത് താമസിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ അറിയില്ല അവരുണ്ടോ എന്നുള്ളത്. അപ്പൊ എന്താണ് ഈ ജിന്നുകള്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു സംഭവം, അതായത് ആദ്യത്തിലുണ്ടായ സംഭവമാണിത്. ആദ്യത്തിൽ എന്ന് പറഞ്ഞാൽ ജിന്നുമായി ബന്ധപ്പെട്ടിട്ട് ആദ്യത്തിലുണ്ടായ സംഭവം. ഈ ഒരു സംഗതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ജിന്നുകൾ വന്നത് അറിഞ്ഞിട്ടില്ല. പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കിയപ്പോഴാണ് അന്ന് തന്റെ കൂടെ ജിന്നുകൾ ഉണ്ടായിരുന്നു എന്നും അവര് ഖുർആൻ ഓതിയിരുന്നത് കേട്ടിരുന്നു എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലാവുന്നത്. ഇത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് ഉൾപ്പെടെയുള്ള പല സഹാബികളും ഉദ്ധരിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ബുഖാരി മുസ്ലിം ഹദീസുകളിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. സഹാബികള് താബിഈങ്ങളൊക്കെ ഉദ്ധരിച്ച പല സന്ദർഭങ്ങളിലായിട്ട് ഉദ്ധരിച്ച സംഗതികളുണ്ട്. ബൈഹക്കിയുടെ ദലായിലുൻ നുബുവ പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ ഈ സംഭവങ്ങളൊക്കെ ഉദ്ധരിക്കുന്നുണ്ട്. എന്തായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യത്തെ ഇതിൽ ജിന്നുകളെ ഒന്നും കണ്ടിട്ടില്ല എന്നുള്ള സംഗതിയിൽ എല്ലാ പണ്ഡിതന്മാരും സഹാബികളൊക്കെ ഏകാഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. നബി അന്ന് കണ്ടിട്ടില്ല, നബിക്ക് മനസ്സിലായിട്ടില്ല. പിന്നീട് സൂറത്ത് ജിന്ന് ഇറങ്ങി. ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറും മിനൽ ജിന്നി ഫഖാലു ഇന്നാ സമിഅനാ ഖുർആനൻ അജബ. ഞങ്ങൾ വളരെ അത്ഭുതകരമായ പരിശുദ്ധ ഖുർആൻ കേട്ടിരിക്കുന്നു എന്ന് ജിന്നുകൾ പറഞ്ഞതുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് വഹി ഇറങ്ങിയിരിക്കുന്നു. ഒരു കൂട്ടം ജിന്നുകൾ വന്നിട്ട് ഖുർആൻ കേട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ആ വഹിയ് ഇറങ്ങിയതിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു ഭാഗം ഖുർആനിലുണ്ട്, ഒരു സൂറത്ത് ഖുർആനിലുണ്ട്. സൂറത്തുൽ ജിന്ന് എന്നാണ് അതിന്റെ പേര്. അതിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽസ് ഉണ്ട്. രണ്ടും ഒരേ സംഭവമാണ്. ഈ വൈസുറഫിനായിലേക്ക് നഫറും മിനൽ ജിന്നി എന്ന് സൂറത്തുൽ അഹ്കാഫിൽ പറയുന്നതും സൂറത്തുൽ ജിന്നിൽ പറയുന്ന പരാമർശങ്ങളും ഒന്നാണ് എന്നാണ് പ്രബലമായ അഭിപ്രായം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യത്തെ ഇന്ററാക്ഷനിൽ അത് അറിഞ്ഞിട്ടില്ല. പിന്നീട് ഈ ഒരു ഇന്ററാക്ഷനെ നബിക്ക് ഉണ്ടായിട്ടുള്ളൂ എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. പക്ഷെ അതിൽ കൂടുതൽ ഇപ്പം ബുഖാരി മുസ്ലിം അതുപോലെ ബൈഹഖി അതുപോലെയുള്ള ജരീറിന്റെ ഇബ്നു ജരീറിന്റെ ഗ്രന്ഥങ്ങൾ ഒക്കെ പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, ഒന്നിലധികം തവണ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിന്നുകളുമായിട്ട് ഒരു ഇന്ററാക്ഷൻ നടത്തിയിട്ടുണ്ട്. ഒരു ദിവസം മക്കയിൽ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാതായി. ഇത് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് ഉദ്ധരിക്കുന്ന ഒരു നിവേദനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാതായപ്പോൾ അവർ പേടിച്ചു. അപ്പോൾ ഒരു സുബഹിയുടെ സമയമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിറാ ഗുഹയുടെ ആ പരിസരത്ത് നിന്ന് ഇറങ്ങി വരുന്നു. അപ്പൊ എന്താണെന്ന് ചോദിച്ചപ്പോൾ നബി പറഞ്ഞു, എന്നെ ഒരു ജിന്ന് വന്ന് വിളിച്ചു കൊണ്ടുപോയി, ഞാൻ അവർക്ക് ഖുർആൻ പഠിപ്പിക്കുകയായിരുന്നു. കുറച്ച് ജിന്നുകൾ ഉണ്ടായിരുന്നു, അവർക്ക് ഖുർആൻ പഠിപ്പിക്കുക. മറ്റൊരു സന്ദർഭത്തിൽ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി. അവിടെ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദിനോട് മക്കയിലെ ഉയർന്ന ഒരു മലയുടെ ഭാഗത്തേക്ക് പോയത്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടുവിൽ നിൽക്കുന്നു. ചുറ്റുഭാഗം ആരൊക്കെയോ കൂടി, അദ്ദേഹത്തിനും പൂർണ്ണമായിട്ട് കണ്ടിട്ടില്ല അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ആരൊക്കെയോ പൂർണ്ണമായിട്ടും ഇങ്ങനെ ചുറ്റി നിൽക്കുന്നത് പോലെ കണ്ടു. ചില ആളുകളുടെയൊക്കെ മുഖം അദ്ദേഹത്തിന് ഇങ്ങനെ ക്ലിയർ ആയി എന്ന് തോന്നി. ആരാന്ന് മനസ്സിലായിട്ടില്ല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പിന്നെ അത് അവര് ഇറാഖിലെ ഏതോ ഭാഗത്തു നിന്നുള്ള ജിന്നുകളാണ് എന്ന് പറഞ്ഞത്രേ. പിന്നീട് ഇദ്ദേഹം അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനൊക്കെ ശേഷം കൂഫയിൽ പോയപ്പോൾ അവിടുത്തെ ഒരു ഭാഗത്തു നിന്ന് കുറച്ച് കർഷകരെ കണ്ടു. അപ്പൊ അദ്ദേഹത്തിന് ഇവരെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു പറഞ്ഞു. അപ്പൊ ഏകദേശം അദ്ദേഹം പറഞ്ഞു, അന്ന് ഞാൻ നബിയുടെ
സമീപത്ത് കണ്ട ജിന്നുകളുടെയൊക്കെ രൂപം ഇവർക്കുണ്ട് എന്ന് പറഞ്ഞതായിട്ട് ഹദീസുകൾ കാണാൻ സാധിക്കും. അല്ലാഹു അലം. പ്രാഥമികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യരെ പോലെയുള്ള മറ്റൊരു സമൂഹമാണ് ജിന്നുകൾ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം അനുസരിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ മനുഷ്യരാശിക്ക് മുമ്പ് ഭൂമിയിൽ ജീവിച്ച വിഭാഗമാണ് ജിന്നുകൾ എന്ന് പറയും. മനുഷ്യരുടെ മുമ്പ് 2000 കൊല്ലായിരുന്നു അവർക്ക് ഭൂമിയിൽ അവകാശം കൊടുത്തത് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവർക്ക് മനുഷ്യരുടെ അത്ര ബുദ്ധിയില്ല. ഇപ്പൊ ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട് നമ്മളുടെ ജിന്നുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിയുള്ള ആളുകൾ ഇഫിരീത്തുകൾ എന്ന് പറയും, ഏറ്റവും സമർത്ഥന്മാരും ബുദ്ധിമാന്മാരുമായിട്ടുള്ള ആളുകൾ. അവർക്ക് ഒരു 7-8 വയസ്സായ കുട്ടികളുടെ ബുദ്ധി ഉണ്ടാവുള്ളതാണ് മനുഷ്യരുടെ കൂട്ടത്തിൽ. പക്ഷെ അവരുടെ കഴിവുകൾ എവിടേക്കും പോവാനും രൂപം മാറാനും അതുപോലെ എവിടെയും എത്താനും ഉയരങ്ങളിലേക്ക് പറന്നു പോവാനും പറക്കാനും അങ്ങനെ പല കഴിവുകളുണ്ട്. അപ്പൊ ബുദ്ധി കുറയുകയും കഴിവ് കൂടുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അഹങ്കാരവും വർദ്ധിക്കും. അതുകൊണ്ടാണ് ജിന്നുകൾ ഇവിടെ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയത്. അവര് രക്തം ചിന്തുന്നവരെ എന്തിനാണ് ഈ ഭൂമിയിലേക്ക് അയക്കുന്നത് എന്ന് മലക്കുകൾ ചോദിക്കാൻ കാരണം നേരത്തെ ജിന്നുകൾ ഇവിടെ രക്തം ചിന്തിയത് കൊണ്ടാണ് എന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. കാലു അത്തജാലു ഫീഹ മൻ യുഫ്സിദു ഫീഹ വയസ്ഫിക്കു ദിമ, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും രക്തം ചിന്തുകയും ചെയ്യുന്ന ഒരു വിഭാഗം. ഇപ്പൊ ജിന്നുകൾ എന്നും തമ്മിൽ കുഴപ്പവും അടിയും ബഹളമായതുകൊണ്ട് തന്നെ മലക്കുകളെ ഇറക്കിയിട്ട് അള്ളാഹു അവരെ ഓടിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ജസായിരിൽ അർദ് എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം. അതെ, ജസായിരിൽ ബഹർ, കടലിലെ ദ്വീപുകളിലേക്ക് എന്നും കടലിലേക്ക് എന്നും കടലിലാണ് ഇബ്ലീസിന്റെ കൊട്ടാരം എന്നൊക്കെ പല അഭിപ്രായങ്ങൾ കാണാം. അതൊന്നും നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ക്ലിപ്തമായ ഹദീസുകൾ വരാത്തത് കൊണ്ട് അത് നമുക്ക് വിശ്വസിക്കാൻ നിവൃത്തില്ല. പക്ഷേ അള്ളാഹു ആലം, ഉണ്ടായിരിക്കാം ഇല്ലാതിരിക്കാം. എന്തായാലും ഇതാണ് ജിന്നുകളെ സംബന്ധിച്ചിടത്തോളം. ജിന്നുകൾ എന്ന് പറയുന്നത് മനുഷ്യരുടെ മുമ്പ് ഭൂമിയിൽ ഉണ്ടായിരുന്ന സൃഷ്ടികളാണ്. അതിനു മുമ്പ് വേറെയും സൃഷ്ടികൾ ഭൂമിയിൽ ഉണ്ടായിരുന്നു. ചില പണ്ഡിതന്മാർ അത് സംബന്ധമായി പറയുന്നത് ഈ 23ഓളം വ്യത്യസ്ത സൃഷ്ടി വിഭാഗങ്ങൾ ഈ മനുഷ്യന്റെ മുമ്പായിട്ട് ഭൂമിയിൽ പരീക്ഷണാർത്ഥം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ പലരും പല കഴിവുകളും പല വകുപ്പിലുള്ളതായിരുന്നു. പക്ഷെ മനുഷ്യനെ പോലെ ബുദ്ധിയുള്ള പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിക്കാവുന്ന സൃഷ്ടിജാലങ്ങൾ വേറെ ഉണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ മനുഷ്യന് മൊബിലിറ്റി ഉണ്ട്, നടക്കാൻ സാധിക്കും, അവന് കാണാനും മനസ്സിലാക്കാനും ചിന്തിക്കാനും ഒക്കെ സാധിക്കും. പക്ഷെ അവന് കഴിവുകൾ കുറവാണ്. പക്ഷെ ആ കഴിവുകൾ അവന്റെ ബുദ്ധി വെച്ചിട്ട് കവർ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വതആല അങ്ങനെ ബുദ്ധിയുള്ള ഒരു വിഭാഗത്തെ സൃഷ്ടിച്ച് അവർക്ക് നടക്കാനൊക്കെ കഴിയും. ജിന്നുകളെ പോലെ പറക്കാനോ രൂപം മാറാനോ അങ്ങനത്തെ കഴിവുകളൊന്നും കൊടുത്തിട്ടില്ല. നമ്മൾക്ക് ഉള്ളതിനേക്കാൾ കൂടുതൽ ഇന്ദ്രിയങ്ങൾ ചിലപ്പം ജിന്നുകൾക്ക് ഉണ്ടാവും, നമുക്കറിയില്ല. അല്ലാഹു അലം. ഇതിൽ പ്രധാനപ്പെട്ട ഒരു ജിന്നുകള് ഷെയ്ത്താന്മാർ അവരുടെ കൂട്ടത്തിൽ കൂടുതൽ. അപ്പൊ നമുക്ക് മനസ്സിലാവുന്നത് അവരുടെ കൂട്ടത്തിൽ നല്ലവരുണ്ട് ചീത്തവരുണ്ട്. അന്നാ മിന്നൽ മുസ്ലിമൂന ഒമിന്നൽ ഖാസിത്തൂൻ, മോശപ്പെട്ടവരുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ, നല്ലവരുണ്ട് എന്ന് സൂറത്ത് ജിന്നിൽ പറയുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് മനസ്സിലാവണം എന്താ വെച്ചാൽ ജിന്നുകളുടെ കൂട്ടത്തിൽ ഒമിന്നൽ മുസ്ലിമൂന മിന്ന ദൂന ദാലിക്ക, നല്ലവരുണ്ട്. അന്നാ മിന്ന സ്വാലിഹൂന മിന്ന ദൂന ദാലിക്ക, നല്ല ആളുകളുണ്ട് ചീത്ത ആളുകളുണ്ട്. അപ്പൊ ജിന്നുകൾ മനുഷ്യരെ പോലെ ഇഖ്തിയാർ, അതായത് തെരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യമുള്ള ഒരു വിഭാഗം തന്നെയാണ്. അവർക്ക് തെരഞ്ഞെടുക്കും, അവർ വിചാരണ ഉണ്ട്. അങ്ങനെ വിചാരണ ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ വലക്കത് ദറനാലി ജഹന്നമ കസീറൻ മിനൽ ജിന്നി വലിൻസ്, ഈ നരകത്തില് ജിന്നുകളിലും മനുഷ്യരിലും പെട്ട ആളുകൾ ഉണ്ടാവും എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ വിചാരണ ഉണ്ട്, അവർക്ക് എഖ്തിയാറുണ്ട്, തെരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യം ഉണ്ട്, വിചാരണ ഉണ്ട്, അവർ സ്വർഗവും നരകവും ഒക്കെ ഉണ്ട്. ഈ അർത്ഥത്തിലാണ്. പക്ഷേ അവർക്ക് ബുദ്ധി കുറവായത് കൊണ്ട് അവർ അഹങ്കാരികളായിരുന്നു എന്നും ധിക്കാരികളായിരുന്നു എന്നുള്ള നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം മനുഷ്യനെ മണ്ണുകൊണ്ട് സൃഷ്ടിച്ച അവനക്ക് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇബ്ലീസ് പറഞ്ഞത് ഖലഖ്തനി മിൻ നാരിൻ വ ഖലഖ്തഹു മിൻ തീൻ, അവനെ മണ്ണുകൊണ്ട് സൃഷ്ടിച്ചു, എന്നെ ഫ്ലെയിം ജ്വാല കൊണ്ടാണ് സൃഷ്ടിച്ചത്, തീജ്വാല കൊണ്ടാണ്, അതുകൊണ്ട് ഞാൻ അവന് സുജൂദ് ചെയ്യില്ല എന്ന് പറയുന്ന അഹങ്കാരത്തിന്റെ ഭാഷണം അവനിൽ നിന്ന് ആദ്യം തന്നെ വന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ജിന്നുകളുടെ കൂട്ടത്തിൽ അഹങ്കാരികളുണ്ട്. അതേസമയത്ത് മനുഷ്യരെക്കാൾ ആയുസ് കൂടുതലുള്ള ആളുകളാണ്, എന്നാൽ മരണമുണ്ട്, മനുഷ്യരുടെ കൈകൾ കൊണ്ട് തന്നെ മരണം സംഭവിക്കാൻ ചിലപ്പോൾ സാധ്യത ഉണ്ട് എന്നൊക്കെ ചില ഹദീസുകളിൽ കാണാൻ സാധിക്കും. എന്തായാലും ഇതൊരു ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സൃഷ്ടിയാണ്. ഇബ്ലീസിന് വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ചോദിച്ചല്ലോ, റബ്ബി അൻദിർനി ഇലാ യൗമി യുബ്അസൂൻ, പുനരുത്ഥാനം വരെ എന്നെ നീട്ടിത്തരണേ എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ട് അവർക്ക്
ഈ പുനരുത്ഥാനം വരെ ലോകാവസാനം വരെയുള്ള സമയം അവർക്ക് കൊടുത്തിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരീൻ, ഓരോ മനുഷ്യർക്കും ജിന്നുകളിൽ നിന്ന് ഓരോ സുഹൃത്തുക്കൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു കരീൻ ഉണ്ടായിരുന്നു. അത് അദ്ദേഹം നബിയിൽ വിശ്വസിച്ചു മുസ്ലിമായി എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മറ്റ് സന്ദർഭങ്ങളിൽ 5-6 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ജിന്നുകളുമായിട്ട് ജിന്നുകൾക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തതൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. മദീനയിലായിരിക്കെ മദീന പള്ളിയിൽ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ജിന്ന് വരികയുണ്ടായി. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ ജിന്നിന്റെ മുകളിൽ ഒരു കഴിവ് കൊടുത്തു. ആ ജിന്നിനെ ഒന്ന് പിടിച്ച്, അപ്പൊ നബി വിചാരിച്ചു ആ ജിന്നിനെ ഒന്ന് പിടിച്ച് കെട്ടി മദീനയിലെ പള്ളിയിൽ കെട്ടിയിട്ടിട്ട് സഹാബികൾക്കൊക്കെ കാണിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു. പെട്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സുലൈമാൻ നബിയുടെ ഒരു പ്രാർത്ഥന ഓർമ്മ വന്നു. അള്ളാഹുവെ, എനിക്ക് ശേഷം ആർക്കും കൊടുക്കാത്ത രൂപത്തിലുള്ള കഴിവുകൾ എനിക്ക് തരണേ എന്ന് സുലൈമാൻ നബി പ്രാർത്ഥിച്ചതായിട്ട് ഓർമ്മ വന്നു. അപ്പൊ സുലൈമാൻ നബിക്കായിരുന്നു ജിന്നുകളെ കീഴ്പ്പെടുത്തി കൊടുത്തിരുന്നത്. ഇനി ആ സുലൈമാന്റെ അധികാരത്തിൽ ഞാൻ കൈകടത്തുന്നില്ല എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വേണ്ട എന്ന് വിചാരിക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ വളരെ കുറഞ്ഞ ഇന്ററാക്ഷനുകൾ ജിന്നുകളുമായിട്ട് നടന്നതായിട്ട് നബിയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി എനിക്ക് നിങ്ങളോട് മറ്റൊരു കാര്യം പറയാനുള്ളത്, ജിന്നുകൾ എങ്ങനെയാണ് നമ്മളുമായിട്ട്, അല്ലെങ്കിൽ ശൈത്താന്മാര് എങ്ങനെയാണ് നമ്മളോട് ഇന്ററാക്ട് ചെയ്യുന്നത്. ഇപ്പോ ഇതില് നമ്മളുടെ വൽഹമഹ ഫുജൂറഹ വ തഖ്വഹ, നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഹൃദയത്തിൽ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ നന്മക്കും തിന്മക്കും സാധ്യതകളുണ്ട്. മനുഷ്യനെ അങ്ങനെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. കുറച്ച് പകുതി പകുതി, അല്ലെങ്കിൽ മനുഷ്യന് നന്മ തിന്മ ഇങ്ങനെ രണ്ട് വിഭാഗങ്ങളുണ്ട്. അപ്പൊ അതിലെപ്പോഴും തിന്മയുടെ ഒരു ഉപദേശം, ശൈത്താന്റെ ഒരു പ്രേരണ, ഇന്ന ശൈത്താനല്ല യൂഹൂന ഇലാ ഔലിയാഹിം എന്ന് പറഞ്ഞല്ലോ, അവരവരുടെ ആളുകളിലേക്ക് എത്തുക. അപ്പൊ മനുഷ്യനെ പഴപ്പിക്കാൻ വേണ്ടിയിട്ട് ശൈത്താൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് വാഗ്ദാനം ചെയ്തു വന്നിട്ടുണ്ട്. അത് മനുഷ്യന്റെ ഒരു പരീക്ഷണമാണ്. ശൈത്താന്റെ ധിക്കാരായിരുന്നു, പക്ഷെ അത് അള്ളാഹു മനുഷ്യന് ഒരു പരീക്ഷണമാക്കി. അപ്പൊ മനുഷ്യന്റെ മുന്നിൽ ഏത് രൂപത്തിലും ശൈത്താൻ വരും. വല ഉള്ളില്ലന്നഹും വല ഉമന്നിയന്നഹും, ഞാൻ അവരെ പഴപ്പിക്കും, ഞാൻ അവരെ പ്രലോഭിപ്പിക്കും. ഞാൻ അവരെ പഴപ്പിക്കും, ഞാൻ അവരെ പ്രലോഭിപ്പിക്കും. പല ആമുറന്നഹും, ഞാൻ അവരോട് കൽപ്പിക്കും. പല യുബത്തിക്കുന്ന ആദാനൽ അന്നാമി പല യുഗയുറുന്ന ഹൽക്കൽ, അവര് ഒരുപാട് അരുതായ്മകൾ ചെയ്യും. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ വരെ അവർ മാറ്റം വരുത്തുന്നു. പല യുഗയുറുന്ന ഹൽക്കൽ അമ്മ യത്തഹിദ് ശൈത്താന മിന്ദുല്ലാഹി ഫഖദ് ദല്ല ദലാലൻ മുബീന, അള്ളാഹുവെ കൂടാതെ ശൈത്താൻ ആരെങ്കിലും ഔലിയായിട്ട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ വഴിതെറ്റിപ്പോയി. അപ്പൊ വേറൊരിടത്ത് സൂറത്ത് അറാഫിൽ ഇങ്ങനെ പറയുന്നുണ്ട്, സുമ്മൽ ആത്തിയന്നഹും മിൻ ബൈനി ഐദിഹിം, ഞാൻ അവന്റെ മുന്നിലൂടെ ചെല്ലും എന്ന് പറഞ്ഞാൽ നേർക്ക് നേരെ ശൈത്താൻ പഴപ്പിക്കുന്ന ആളുകളുണ്ട്. ഒമിൻ ഖൽഫിഹിം, ചിലപ്പോൾ അവന്റെ പിന്നിലൂടെ വന്ന് അവനെ അറിയാതെ വന്ന് പഴപ്പിക്കും. ഒമിൻ ഐമാനിഹിം വാൻ ഷമാലിഹിം, വാൻ ഐമാനിഹിം വാൻ ഷമാലിഹിം, ചിലപ്പോൾ വലത്ത് ഭാഗത്തു കൂടെ ചെല്ലും, ചിലപ്പോൾ ഇടത്ത് ഭാഗത്തൂടെ ചെല്ലും. വല തജിദ് അക്സറഹും ഷാക്കിരീൻ, അവരിൽ അധികം ആളുകളും നന്ദിയുള്ളവരായിരിക്കൂല എന്ന് ഷെയ്ത്താൻ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ ഷെയ്ത്താൻ നമ്മുടെ മുന്നിലും പിന്നിലും ഇടതും വലതും ഒക്കെ ആയിട്ട് എന്നിട്ട് നമ്മളിലേക്ക് ചിന്തകൾ ഇട്ട് തരും. നമുക്കൊരിക്കലും ഈ ചിന്തകളില്ല. പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ എത്രത്തോളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഷെയ്ത്താന് നമ്മളെ അത് നമുക്ക് എത്ര വലിയൊരു പരീക്ഷണമാക്കിയിരിക്കുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമസ്കരിക്കാൻ കൈകെട്ടിയാൽ വരെ ഷെയ്ത്താൻ പഠിപ്പിക്കാൻ വരുമെന്ന ഹദീസിലുള്ളത്. നമ്മൾ നമസ്കരിക്കാൻ കൈകെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷെയ്ത്താൻ വരും. അങ്ങനെ നമസ്കരിക്കാൻ കൈ കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷെയ്ത്താൻ വന്നിട്ട് നമ്മളോട് പറയും, അതാലോചിച്ചോ, ഇതാലോചിച്ചോ, മറ്റേ അപ്പുറത്തെ നമ്മളെ ഓഫീസിലെ കാര്യം എന്തായി, നമ്മളെ മറ്റേ കടം തരാനുള്ള കാര്യം എന്തായി, ഇതൊക്കെ തീരുമാനാക്കണ്ടേ. അങ്ങനെ ഈ നമസ്കാരത്തിൽ നമ്മൾ ഇതൊക്കെ തീരുമാനാക്കും. സത്യത്തിൽ നമുക്ക് നമസ്കാരത്തിൽ ഉണ്ടാവേണ്ടത് അള്ളാഹുവാണ് ഹൃദയത്തിൽ. നമസ്കാരത്തിന്റെ കൂലി രേഖപ്പെടുത്തുന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ എത്രമാത്രം ഞാനുണ്ടോ അത്രമാത്രം നിങ്ങൾക്ക് കൂലിയുണ്ട്. നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ അതിന്റെ ഹുഷൂ ഹുദു അല്ലെങ്കിൽ ഭയഭക്തി എന്നൊക്കെ പറയുന്നത്, അള്ളാഹു നമ്മുടെ ഹൃദയത്തിൽ എത്രമാത്രം ഉണ്ടോ അത്രമാത്രം നമുക്ക് കൂലിയുണ്ട്. ശൈത്താൻ വന്ന് പറയുന്നത് അത് മാത്രമല്ല, നമ്മൾ വളരെ പ്രധാനപ്പെട്ട സംഗതികളായിരിക്കും. വളരെ പ്രധാനമാണ് ഈ സംഗതി, അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്ക്. അതങ്ങനെ വിട്ടാൽ പറ്റുമോ? അവിടെ നമ്മളെ ആളുകൾ ഇങ്ങനെ പറയണ്ടല്ലോ, അതിനും ഇത് പറയണ്ടേ, അവിടെ ഇസ്ലാമിനെ ആക്രമിക്കുകയാണ്, ഇവിടെ മറ്റേ പ്രശ്നങ്ങളുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നു പറയും. അങ്ങനെ നമ്മളിതിൽ നിന്ന് ശരിക്കും പേച്ചു പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അവസാനം ഈ മനുഷ്യൻ എത്ര റക്അത്ത് നിസ്കരിച്ചു എന്ന് തപ്പിപ്പോകുന്നു. നമുക്കങ്ങനെ ഉണ്ടാവലുണ്ടല്ലോ അല്ലെ, അവസാനം എത്ര ളുഹർ നിസ്കരിച്ചാൽ 3 4 5 5 പോലും, അങ്ങനെയുള്ള സംശയങ്ങൾ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇത് ശൈത്താന്റെ ഒരു പഴപ്പിക്കലാണ്. ഇതിപ്പോ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ,
നമ്മളുടെ ഹൃദയത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിലേക്കാണ് കമ്മ്യൂണിക്കേഷൻ വരുന്നത് സ്വാഭാവികമായിട്ടും. പക്ഷേ ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അല്ലെങ്കിൽ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ വരുന്ന കമ്മ്യൂണിക്കേഷൻ നമുക്ക് മനസ്സിലാവും. കാരണം ഞാൻ കണ്ണുകൊണ്ട് കണ്ടു, ഞാൻ മൂക്കുകൊണ്ട് മണത്തു, ഞാൻ നാവ് കൊണ്ട് രുചിച്ചു, ഞാൻ ചെവി കൊണ്ട് കേട്ടു, ഞാൻ കൈ കൊണ്ട് തൊട്ടു. ഇതല്ലാത്ത ഞാൻ ചോദിച്ചു, പഞ്ചേന്ദ്രിയങ്ങളിൽ പെടാത്ത ഒരു ഇന്ദ്രിയത്തെ കുറിച്ച് ഞാൻ ചോദിച്ചിരുന്നു. ഇതല്ലാത്ത ഒരു വഴിയിൽ നമ്മളിലേക്ക് ഒരു ഇൽമ്, ഒരു അറിവ് എന്തെങ്കിലും വന്നാൽ അത് ഏത് വഴിക്കാണ് വന്നതെന്ന് നമുക്ക് മനസ്സിലാവില്ല, പക്ഷെ വന്നിട്ടുണ്ടാവും. ഇങ്ങനെ തന്നെയാണ് വഹിയും കിട്ടിയത് നബിക്ക്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹി സ്വലാം ഇരുന്ന് ഓതി കേൾപ്പിച്ചു കൊടുത്തു. പക്ഷെ വേറെ ആരെങ്കിലും കേട്ടോ? നബിയുടെ ഹൃദയത്തിലേക്ക് നേരിട്ട് കൊടുക്കുക. അത് സൂപ്പർ നാച്ചുറൽ എന്ന് പറയുന്നത്. കാരണം നാച്ചുറൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ 5 വഴിയിലൂടെ സ്വീകരിക്കുമ്പോൾ അത് നാച്ചുറലാവും. സൂപ്പർ നാച്ചുറലായി, സൂപ്പർ നാച്ചുറലായിട്ടാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഷെയ്ത്താൻ ഇതല്ലാത്ത ഈ 5 വഴികളല്ലാത്ത ഒരു വഴിയിലൂടെ നമ്മുടെ ഹൃദയത്തിലേക്ക് നേരിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാവും, നമുക്കറിയില്ല. അങ്ങനെ ഒരു സംഗതി ഉണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ നടക്കും, പക്ഷെ ഏത് വഴിക്കാ വന്ന് നമുക്കറിയില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ് ഈ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ചില സമയത്ത് പ്രത്യേകമായ ഒരു പ്രേരണ, അത് ചെയ്യ് ഇത് ചെയ്യുന്നുള്ളൊരു പ്രേരണ ഉണ്ടാവണം. അല്ലാതെ ഷെയ്ത്താൻ നേരിട്ടിട്ട് നമ്മളെ ഉപദ്രവിക്കൂല. നേരിട്ടിട്ട് നമ്മളെ ഉപദ്രവിക്കാനോ നേരിട്ട് നമ്മളായിട്ട് ഡീൽ ചെയ്യാനോ ഇന്ററാക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. ഈ ഉപദേശമാണ് പറ്റാ. ചിലപ്പോൾ തീരെ ദിക്റില്ലാത്ത, അള്ളാഹുവിനെ കുറിച്ച് ബോധമില്ലാത്ത, ഖുർആൻ ഓതാത്ത, നിസ്കരിക്കാത്ത ഒരു മനുഷ്യനെ കുറച്ച് ഷെയ്ത്താൻ അതിന്റെ മുകളിൽ ഇന്ന ഇബാദി ലൈസലക അലൈഹിം സുൽത്താൻ എന്നാണ് പറഞ്ഞത്. എൻ്റെ അടിയാറുകളുടെ മേലെ നിനക്കൊരു സ്വാധീനവും ഇല്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ അടിയാറുകളല്ലാതെ ധിക്കാരികളായ ആളുകളുടെ മേലെ ചിലപ്പോൾ ഷെയ്ത്താന് സ്വാധീനം ഉണ്ടാവും. അവർ ചിലപ്പം അവരെ പിടികൂടുകയും അവരോട് കൽപ്പിക്കുകയും അവരെ കൊണ്ട് വർക്കുകൾ ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടാവും. അല്ലാഹു അലം. അപ്പൊ ഞാൻ അതിൽ ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ പിന്നീട് പറയാം. ഞാൻ ഇത് അവസാനിപ്പിക്കാൻ വേണ്ടി അടുത്ത ഭാഗത്തേക്ക് പോവാണ്. അവലം യറൗ അന്നല്ലാഹല്ലദീ ഖലഖസ് സമാവാതി വൽ അർള. അവർ കണ്ടില്ലേ? അവലം യറൗ, അവർ കാണുന്നില്ലേ അല്ലെങ്കിൽ കണ്ടിട്ട് അറിയുന്നില്ലേ? അന്നല്ലാഹ അല്ലദീ ഖലഖസ് സമാവാതി വൽ അർള, ആകാശഭൂമികളെ സൃഷ്ടിച്ച അല്ലാഹു. അതിന്റെ ഇടയിൽ ഒരു സംഗതി പറഞ്ഞു, വലം യഅയ ബി ഖൽഖിഹിൻ, അവൻ ആ സൃഷ്ടിപ്പ് കൊണ്ട് ക്ഷീണിച്ചിട്ടില്ല. മനുഷ്യന് ഒരു കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ഷീണിക്കുമല്ലോ, നമ്മൾ കുറെ നേരം അധ്വാനിച്ച ക്ഷീണിക്കും. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ലാത്ത ഹുദുസിനത്തും വലനം, ക്ഷീണമോ ഉറക്കമോ മറതിയോ ഒന്നും ഇല്ലാത്തതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ക്ഷീണവും. അപ്പൊ അതുകൊണ്ട് തന്നെ ആകാശഭൂമികളെയും അതിലെല്ലാം സൃഷ്ടിച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ആകാശഭൂമി എന്ന് പരിശുദ്ധ ഖുർആനിൽ പ്രയോഗിക്കുമ്പോൾ പ്രപഞ്ചമാണ് കേട്ടാ. ഈ എന്തുകൊണ്ട് ഭൂമിയെ പ്രത്യേകം പറയുന്നു പറഞ്ഞാൽ നമ്മളോടാണല്ലോ സംസാരിക്കുന്നത്, അതുകൊണ്ടാണ് ഭൂമിയെ എടുത്ത് പറയുന്നത്. അല്ലാതെ പ്രപഞ്ചത്തെ കുറിച്ചാണ് ഖുർആനിൽ ആകാശഭൂമി എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. അവൻ അതുകൊണ്ട് ക്ഷീണിച്ചില്ല. അവൻ ബിഖാദിരിൻ അലാ അൻ യുഹ്യിയൽ മൗത, ആകാശഭൂമിയെ മൊത്തം സൃഷ്ടിക്കുകയും ഒന്നുമില്ലായ്മയിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിക്കുകയും ചെയ്ത അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മരിച്ചതിന് ശേഷം നിങ്ങളെ തിരിച്ചു സൃഷ്ടിക്കാൻ വല്ല പണിയുണ്ടാ? ഹുവ ബിഖാദിരിൻ, അവൻ കഴിവുള്ളവനാണ്, അലാ അൻ യുഹ്യിയൽ മൗത, മരിച്ചവരെ പുനഃസൃഷ്ടിക്കാൻ. ബല, അതെ. ഇന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്. വയൗമ യുഅറദുൽ ലദീന കഫറു അലന്നാർ, വയോമ, അന്നേ ദിവസം എന്ന് പറഞ്ഞ പരലോകത്ത്, യുഅറദുല്ലദീന കഫറു, സത്യനിഷേധികളെ പ്രദർശിപ്പിക്കപ്പെടും, അലന്നാർ, നരകത്തിനു മുകളിൽ, നരകത്തിനു മേലെ സത്യനിഷേധികളെ പ്രദർശിപ്പിക്കപ്പെടും. എന്നിട്ട് അവരോട് ചോദിക്കും, അലൈസ ഹാദാ ബിൽ ഹഖ്, ഇത് ശരിയല്ലേ? നിങ്ങൾ ഭൂമിയിൽ അങ്ങനെ ഒരു സംഭവമില്ല, പരലോകമില്ല, സ്വർഗ്ഗമില്ല, നരകമില്ല, അതൊക്കെ വെറും മലർപ്പടിക്കാരന്റെ ദിവാസ്വപ്നങ്ങള്, മനുഷ്യന്മാരെ വെറുതെ പറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആളുകളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് മത മേലധ്യക്ഷന്മാർ അല്ലെങ്കിൽ മതം ഉപയോഗിച്ചിരുന്നതാണ് ആളുകളെ പേടിപ്പിച്ച് നിർത്താൻ വേണ്ടി. മരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും അങ്ങനെ ഉണ്ടാവും എന്നൊക്കെ നിങ്ങൾ പറയാറില്ലേ? ലൈസ ഹാദാ ബിൽ ഹഖ്, ഇത് ശരി തന്നെയല്ലേ? ഈ മതങ്ങൾ പറഞ്ഞിരുന്നല്ലേ, പ്രവാചകന്മാർ പഠിപ്പിച്ചിരുന്ന സംഗതി ശരിയാണോ? ലൈസ ഹാദാ ബിൽ ഹഖ്. ഖാലു ബലാ വ റബ്ബിന, അവരോട് പറയും അതേ റബ്ബേ. ഖാലു, അവർ പറയും ബലാ വ റബ്ബിന, അതേ റബ്ബേ. അവർ പറഞ്ഞതൊക്കെ ശരിയാണ്. അപ്പൊ ശരിയാണ്. അപ്പൊ നിങ്ങള് ശരിയല്ല, നുണയാണ്, മതങ്ങൾ മനുഷ്യരെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആളുകളെ ഇളക്കിയിരുന്നില്ലേ? എന്നിട്ട് അവരൊക്കെ കൂടെ എവിടെ? എന്നാ പിന്നെ എല്ലാവരും കൂടെ പോവല്ലേ നരകത്തിലേക്ക്. ഫദൂഖുൽ അദാബ ബിമാ കുന്തും തക്ഫുറൂൻ, നിങ്ങൾ നിഷേധിച്ചതിന്റെ ഫലമായി നിങ്ങൾ ഫദൂഖുൽ അദാബ, നിങ്ങൾ ശിക്ഷ ആസ്വദിച്ചോളൂ. നിങ്ങൾ പറയാം എന്ത് നരകം? അള്ളാഹുവിനെ നരകത്തിലിട്ടോട്ടെ എന്നല്ലേ സൗകര്യം? നരകത്തിലിട്ടോട്ടെ, അതല്ലേ നല്ലത്. ഗാന്ധിജിയും മറ്റേ ആളുകളും മദർ തെരേസയും ഇവരൊക്കെ നരകത്തിലാണ്, പിന്നെ ഞാനും നരകത്തിൽ പോയിക്കോട്ടെ.
ഈ നരകാവുന്ന അടിപൊളി അങ്ങനെ പറഞ്ഞ ആളെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എനിക്കറിയില്ല. ഒരാൾ നമ്മൾ കേരളത്തിൽ പറഞ്ഞ നരകായിരിക്കും അടിപൊളി. ഇവിടെ ഈ സാധുക്കളായ കുറെ ആൾക്കാർ ഇരുന്നിട്ട് ദിക്റിലുണ്ടാവും സ്വർഗത്തിൽ. നരകം എന്ന് പറഞ്ഞാൽ അടിപൊളിയല്ലേ? അവിടെ മറ്റേ സിനിമാ നടന്മാരുണ്ടാവും, നടിമാരുണ്ടാവും, അവിടെ നൃത്തങ്ങളുണ്ടാവും, നൃത്യങ്ങളുണ്ടാവും. അതൊക്കെ അടിപൊളി. അതല്ലേ അടിപൊളി. എന്നാ പോയിട്ട് എല്ലാരും കൂടി അങ്ങോട്ട് ആസ്വദിച്ചോളി. ഫദൂഖുൽ അദാബ ബിമാ കുന്തും തക്ഫുറൂൻ. അടിപൊളിയില്ലേ? പോയിട്ട് അങ്ങ് ആസ്വദിച്ചോ. അങ്ങനെയാ പറയാ. ഇപ്പം സത്യാണെന്ന് ബോധ്യപ്പെട്ടില്ലേ? എനിക്ക് ആ നരകം വേണ്ടാന്നുണ്ട്. ആ സ്വർഗം എനിക്ക് വേണ്ടാന്ന് പറഞ്ഞില്ലേ? പല യുക്തിവാദികളും പല ആളുകളും ഈ സമയത്ത് കേരളത്തിൽ 1-2 വർഷത്തിനുള്ളിൽ പറഞ്ഞ ഡയലോഗ് മാത്രമാണ് ഞാൻ ആവർത്തിച്ചത്. അപ്പോൾ അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവും. ഫൽയോമല്ലദീന ആമനു മിനൽ കുഫാരി അൽഹക്കൂൻ എന്നില്ലേ സൂറത്തുൽ മുത്തഫിഫീനിൽ. ഇന്ന് സത്യനിഷേധികൾ, സത്യവിശ്വാസികൾ സത്യനിഷേധികളെ നോക്കിയൊരു ചിരിയുണ്ട്. അത് അവസാനത്തെ ചിരി. ആദ്യത്തെ ചിരി ഇപ്പൊ ഒന്ന് ഭൂമിയിൽ ചിരിക്കുന്ന ചിരിയാ, പക്ഷെ അവസാനത്തെ ചിരി അതാ. ഫസ്ബിർ, അതുകൊണ്ട് പ്രവാചകരെ ക്ഷമിക്കുക. ക്ഷമിക്കുക എന്നാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ കളിയാക്കുന്ന പരിഹസിക്കുന്ന എന്തൊക്കെ ചെയ്യുന്നവർ ക്ഷമിക്കുക. കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുൽ, ഉലുൽ അസ്മുകളായ പ്രവാചകന്മാര് ക്ഷമിച്ചതുപോലെ ക്ഷമിക്കുക. ആരൊക്കെയാണ് ഉലുൽ അസ്മുകളായ പ്രവാചകന്മാര്? വേഗം പറയും. ഉലുൽ അസ്മുകളായ പ്രവാചകന്മാര് വേഗം പറയൂ. ഇബ്രാഹിം നബി, ആ, യൂനുസ് നബി, അങ്ങനെ. യാക്കൂബ് നബി അലൈഹി സ്വലാം, ഇല്ല. നൂഹ് നബി അലൈഹി ഇസ്ലാം, നൂഹ് നബി അലൈഹി സ്വലാം, ഈസാ നബി അലൈഹി സ്വലാം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മൂസാ നബി അലൈഹി ഇസ്ലാം. മൂസ അലൈഹി മൂസാ സ്വലാം. നബി അലൈഹി സ്വലാം. ഓക്കെ, ഓർഡറിലാണ് പറഞ്ഞത്. നൂഹ് നബി അലൈഹി സ്വലാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാം, മൂസാ നബി അലൈഹി സ്വലാം, ഈസാ നബി അലൈഹി സ്വലാം, അഞ്ചാമത്തെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരൊറ്റ സൂറത്തില്, സൂറത്ത് ഷൂറ എന്ന് പറഞ്ഞ സൂറത്തുണ്ട്. അതില് ഇവരെല്ലാവരും പരാമർശിച്ചിട്ടുണ്ട്. ഷറാഅലക്കും മിനദ്ദീനി എന്ന് പറഞ്ഞിട്ട് ഒരു ആയത്തുണ്ട്. ഷറാഅലക്കും മിനദ്ദീനി മാ വസ്സാ ബിഹി നൂഹൻ വല്ലദി ഔഹൈനാ ഇലൈക വമാ വസ്സൈനാ ബിഹി ഇബ്രാഹിം മൂസ വഈസ അൻ അഖീമുദ്ദീന വലാ തതഫറഖു ഫീ, അങ്ങനെ ഒരു ആയത്തുണ്ട്. അപ്പൊ അതിൽ ഈ നാലാളെയും പരാമർശിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഉലുൽ അസ്മുകൾ, തീരുമാന ദൃഢതയുള്ളവർ എന്ന അർത്ഥത്തിൽ. അതുപോലെ തന്നെ പ്രത്യേകമായി ശരീഅത്ത് കൊടുത്തിരുന്ന പ്രവാചകന്മാരെ പല രൂപത്തിൽ ഇതിനെ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. എന്തായാലും നൂഹ് നബി അലൈഹി സ്വലാമയുടെ ക്ഷമ ഒന്ന് നോക്ക്. നൂഹ് നബി അലൈഹി സ്വലാമയുടെ ക്ഷമ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ ക്ഷമ ഒന്ന് നോക്ക്, മൂസാ നബി അലൈഹി സ്വലാമയുടെ ക്ഷമ ഒന്ന് നോക്ക്, ഈസാ നബി അലൈഹി സ്വലാമയുടെ ക്ഷമ. ഈ ജൂതന്മാർ മൊത്തം അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയും ചീത്ത വിളിക്കുകയും വ്യഭിചാര സന്തതി എന്ന് ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു സന്ദർഭം അദ്ദേഹത്തെ റോമ സാമ്രാജ്യത്തിനോട് പറഞ്ഞ് അവരെ കൊണ്ട് പിടിപ്പിച്ച് കൊല്ലിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി. അള്ളാഹു അദ്ദേഹത്തെ ഉയർത്തുകയാണ് ഉണ്ടായത്. അപ്പൊ അവരുടെ കുറിച്ചൊന്ന് ഈ ബനു ഇസ്രായേലിയരുടെ മുഴുവൻ വാർത്തകളും ചീത്ത വിളിക്കലും കുറ്റപ്പെടുത്തലും ഒക്കെ സഹിച്ചിരുന്ന മൂസാ നബിയെ കുറിച്ച് ആലോചിച്ച് നോക്കും, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിയെ കുറിച്ച് ആലോചിച്ച് നോക്കും. അപ്പോൾ അതാണ് ക്ഷമ. ഇതില് നബിമാരുടെ കൂട്ടത്തില് അയ്യൂബ് നബി ക്ഷമയുടെ പര്യായമാണ്. പക്ഷെ അതിവിടെ പറഞ്ഞിട്ടില്ല. ഇവിടെ ഉലുൽ അസ്മുകൾക്ക് പറഞ്ഞാണ്. ഉലുൽ അസ്മുകളുടെ ദൗത്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉൾപ്പെടെയുള്ളവർ നിർവഹിച്ചിരുന്നത്. അതുകൊണ്ടാണ് കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുൽ വലാ തസ്താജിൽ ലഹും, അവരുടെ കാര്യത്തിൽ ധൃതി വേണ്ട, ധൃതി വെക്കണ്ട, അവരുടെ കാര്യം തീരുമാനമാവാൻ പോവാണ്. കഅന്നഹും യൗമ യറൗന മാ യുഅദൂന, അങ്ങനെ അവർക്ക് താക്കീത് നൽകപ്പെട്ട ആ ദിവസം അവർ കാണുമ്പോൾ, കഅന്നഹും അവർ യൗമ യറൗന അവർ കാണുന്ന ദിവസം, മാ യുഅദൂന ഇന്ന് അവർക്ക് താക്കീത് നൽകിയ ആ സംഗതി അവർ കാണുന്ന ദിവസം അവർ ചിന്തിക്കും എന്താണ്? ലം യൽബസു, അവർ ഈ ഭൂമിയിൽ വസിച്ചിട്ടില്ല ഇല്ല സാ, ഒരൊറ്റ മണിക്കൂർ അല്ലെങ്കിൽ ഒരു നാഴിക നേരം, മിനൻ നഹാർ പകലിൽ നിന്ന് ഒരു നാഴിക നേരം. ബലാഗ്, ബലാഗ് ഇതൊരു അറിയിപ്പാണ്, ഇതൊരു ഒരു ഒരു എത്തിക്കലാണത്. ബലാഗ് എത്തിച്ചു കൊടുക്കുക. ഫഹൽ യുഹ്ലകു ഇല്ലൽ ഖൗമുൽ ഫാസിഖൂൻ, ഫഹൽ യുഹ്ലകു ഇല്ലൽ ഖൗമുൽ ഫാസിഖൂൻ, അധർമ്മികളായ ജനസമൂഹം അല്ലാതെ നശിപ്പിക്കപ്പെടുന്നു. അധർമ്മികൾ നശിപ്പിക്കപ്പെടാനുള്ളതാണ്, അധർമ്മികളായ ജനസമൂഹം നശിപ്പിക്കപ്പെടാനുള്ളത്, അതല്ലാത്ത നശിപ്പിക്കും. അപ്പോൾ നമ്മൾ പരലോകത്ത് വെച്ചിട്ട് ഈ ദുനിയാവിലെ ജീവിതത്തെ കുറിച്ച് നോക്കുമ്പോൾ, പരലോകത്ത് നമ്മൾ ചെന്നിട്ട് ഈ ദുനിയാവിലെ ജീവിതത്തെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ, ലം യൽബസു ഇല്ലാ സഅത്തൻ മിൻ നഹാർ, പകലിലെ ഒരു സമയം, ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞതുപോലെ അവർക്ക് തോന്നുന്നു, ചെറിയൊരു സമയം.
കാരണം മുമ്പ് ഒരു പക്ഷെ പറഞ്ഞിട്ടുണ്ടാവും 1000 വർഷമാണ് പരലോകത്തൊരു ദിവസം. ഇന്ന യോമൻ ഇന്ദ റബ്ബിക്ക കൽഫി സനത്തി മിമ്മാ തഉദ്ദൂൻ. നിങ്ങൾ എണ്ണുന്ന 1000 വർഷം. കാരണം നമ്മൾ ഭൂമിയിലെ 1000 വർഷമാണ് പരലോകത്തെ ഒരു ദിവസം. നമ്മള് ഭൂമിയിലെ 1000 വർഷം ജീവിക്കണില്ല. അങ്ങനെയാണെങ്കിൽ പരലോകത്ത് ഒരു ദിവസം ജീവിച്ച പോലെ നമുക്ക് തോന്നും. നമ്മൾ ഭൂമിയിലെ 100 വർഷം ജീവിക്കണ്ട. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസത്തിന്റെ 10 ജീവിച്ച പോലെ നമുക്ക് തോന്നും. 10%. ഇപ്പൊ നമ്മളൊരു 60-70 വർഷം ജീവിച്ചാല് നമുക്ക് പരലോകത്തെ ഒരു ദിവസത്തിന്റെ 7%, 6% ഒക്കെ ജീവിച്ച പോലെ തോന്നുള്ളൂ. കാലു ലബിസ്ന യൗമൻ യൗം. നിങ്ങൾ എത്ര ജീവിച്ചു എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ഞങ്ങൾ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ അല്പം ഭാഗം. നമ്മൾ ഈ പരലോകത്ത് ചെന്നിട്ട് ഈ ദുനിയാവിലെ കാര്യങ്ങൾ നോക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചെറിയൊരു സംഗതി പറഞ്ഞു. ചില ആളുകൾ നേരത്തെ മരിക്കും, ചില ഒരു 50 വയസ്സിൽ മരിക്കും, ചില ആൾക്കാർ 40 വയസ്സിൽ മരിക്കും. എപ്പോഴാണ്? അതാണ് നമ്മുടെ ആയുസ്. ആ ആ സമയത്ത് നമ്മൾ നല്ല കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതുള്ളൂ. ആ സമയത്ത് നമ്മുടെ കർമ്മങ്ങൾ നന്മയും തിന്മയും തുല്യമാവരുത്, നന്മ ഉയർന്നു നിൽക്കണം, അത്രേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ ഒരുപാട് കാലം ജീവിച്ചത് കൊണ്ട് ഒരുപാട് നന്മ ചെയ്തു അങ്ങനെയൊന്നുമില്ല. നമുക്ക് ലഭിച്ച സമയം കൊണ്ട് നമ്മൾ നന്മ ചെയ്യാം, എന്നിട്ട് നമ്മൾ ഉയർന്നു നിൽക്കാം. അപ്പൊ നമുക്കിപ്പോൾ കിട്ടുന്നത് ചിലപ്പം ഒരു മണിക്കൂർ സമയമാണ്. നമ്മൾ അവിടത്തെ വെച്ച് നോക്കുമ്പോൾ ഒരു മണിക്കൂർ സമയം. ഈ ഒരു മണിക്കൂർ സമയമാണ് നമ്മളോട് അമല് ചെയ്യാൻ പറയണേ. അത് റിലേറ്റീവ്ലി പോവുകയാണെങ്കിൽ നമുക്ക് തോന്നും അതിപ്പോ എങ്ങനെ അത് വലിയൊരു ഇതല്ലേ, അത് കറങ്ങുമ്പോൾ അത്രയും സമയം എടുക്കൂലേ. അല്ലാഹു അല, എന്താ സംവിധാനം ഒന്നും എനിക്കറിയില്ല. ഞാൻ ഏകദേശം ഇങ്ങനെ ഊഹിച്ചു വെക്കണം. സ്വർഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ജന്നത്തിന്റെ അർദുഹ സമാവാത്ത് വല്ലതും തോന്നുന്നു. ആകാശഭൂമികളുടെ അത്രയും വിശാലമാണ് സ്വർഗം എന്ന് പറഞ്ഞത്. അപ്പൊ ഈ പ്രപഞ്ചത്തിന്റെ അത്ര തന്നെ വിശാലമാണ് സ്വർഗം. അപ്പൊ ആ സ്വർഗത്തിന്റെ ഒരു കറക്കം പൂർത്തിയാക്കണമെങ്കിൽ ഇപ്പൊ 1000 കൊല്ലമൊക്കെ വരുമായിരിക്കും. അല്ലാഹു അലം, നമുക്കറിയില്ല. എന്നാലും സാധ്യതകളാണ്. അപ്പൊ അവിടെ നിന്നിട്ട് നമ്മൾ നോക്കുമ്പോ ഈ ഭൂമി ഇങ്ങനെ കിടന്ന് കറങ്ങണാണ്. അപ്പൊ എങ്ങനെ അവിടെ നിന്ന് കാണും നമ്മളെ കണ്ണ്. ഇപ്പൊ ഈ കണ്ണിന് പരിമിതികൾ ഉണ്ടല്ലോ, അവിടെ നമ്മളെ കണ്ണിന്റെ പരിമിതികളൊക്കെ പോകും. അപ്പൊ സ്വർഗത്തിലുള്ള ആളുകൾക്ക് ഭൂമി കാണാൻ പറ്റുന്ന പറഞ്ഞു. കണ്ണിന്റെ പരിമിതി എന്ന് പറഞ്ഞാല് ഇപ്പൊ നമുക്ക് അധികം ദൂരം കാണൂല. ഫുള്ള് പ്ലെയിൻ ആയിട്ട് കിടക്കുകയാണെങ്കിൽ 8 കിലോമീറ്റർ വരെ കാണാന്നാ പറഞ്ഞത്. ഇപ്പൊ മൊബൈൽ ഉപയോഗിക്കുന്ന തലമുറയല്ലേ, അതുകൊണ്ട് അതൊന്നും എന്തായാലും ഉണ്ടാവില്ല. അപ്പോ കണ്ണൊക്കെ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കണ്ണ് തരികയാണെങ്കിൽ, നല്ല കണ്ണ് തരികയാണെന്നുണ്ടെങ്കിൽ, കാഴ്ച തരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ദൂരം കാണാൻ പറ്റും. അപ്പൊ നമുക്കിങ്ങനെ നമ്മളിങ്ങനെ നിന്ന് നോക്കുമ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം ആകുമ്പോഴത്തേന് ഭൂമിയിൽ 1000 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നമ്മള് അവിടെ നിന്ന് നോക്കുമ്പോ എന്താ ഇപ്പൊ നമ്മള് ഭൂമിയിൽ ജീവിച്ചത് ആകെ ഒരു മണിക്കൂറല്ലേ എന്ന് നമുക്ക് തോന്നും. ആ സമയത്ത് മനുഷ്യനുണ്ടാവുന്ന ഖേദം എത്രത്തോളാണെന്ന് വെച്ചാല് സൂറത്ത് നബയിലെ അവസാനത്തെ ആയത്ത് അവരിങ്ങനെ പറയും, ഇന്ന അന്തർനാക്കും അദാബൻ ഖരീബൻ യൗമ യൻദുറുൽ മർഉ മാ ഖദ്ദമത് യദാഹ്. അങ്ങനെ മുമ്പിൽ നമ്മൾ പ്രവർത്തിച്ചതൊക്കെ മുന്നിൽ ഇങ്ങനെ വരികയും ആകെ നമ്മൾ ഇച്ചിരി നേരം ആകെ ജീവിച്ചിട്ടുള്ളൂ. അതിന്റെ പേരിൽ ഇനി അങ്ങോട്ട് ഇതിപ്പോ ഒരു ദിവസമാണല്ലോ ഈ 1000 കൊല്ലം എന്ന് പറഞ്ഞത്. ആ ഒരു ദിവസത്തിന്റെ 7% നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്നത്. പക്ഷെ സ്വർഗത്തിൽ ഇങ്ങനെ നമ്മൾ എത്ര കൊല്ലാണ് ഖാലിദീന ഫീഹ, അവിടെ ശാശ്വതരാണ്. അപ്പൊ ആ ഒരു ചെറിയൊരു മണിക്കൂറിന് വേണ്ടി, ഒരു ചെറിയൊരു സമയത്തിന് വേണ്ടിയിട്ട് ഇത്രയും വലിയ സംവിധാനങ്ങളും ഇത്രയും വലിയ സൗകര്യങ്ങളും സുഖങ്ങളും ഒക്കെ നഷ്ടപ്പെടുത്തിയില്ലേ എന്ന് തോന്നുന്ന ഒരു സന്ദർഭം ഉണ്ടാവും. ആ സന്ദർഭത്തിൽ വയഖൂലുൽ കാഫിറു യാ ലൈതനി കുന്തു തുറാബ, പടച്ചോനെ ഞാൻ മണ്ണായി പോയിരുന്നെങ്കിൽ, ഇങ്ങനെ തിരിച്ച് ജീവിക്കാതെ ഞാൻ മണ്ണായി പോയിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്ന് ഖേദിച്ചു പോകും. അതുകൊണ്ട് സഹോദരന്മാരെ, ജീവിതം വളരെ ചെറുതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത് ലായനുൻ റഅത്ത് വല ഉദുനുൻ സമീഅത്ത്, ഒരു കണ്ണും കാണാത്ത ഒരു കാതും കേൾക്കാത്ത സുഖ സൗകര്യങ്ങളാണ്. ആ സൗകര്യങ്ങളെ തൃണവൽഗണിച്ചുകൊണ്ട് ഈ ദുനിയാവിന് വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ ദുനിയാവ് ഖസിറ ദുനിയ, ഈ ദുനിയാവിന് വേണ്ടിയിട്ട് ഉലൈകല്ലദീന ഹയാത്ത ദുനിയ ബിൽ ആഖിറ, ആഖിറത്തിനെ വിറ്റ് ദുനിയാവ് വാങ്ങുന്നതിനേക്കാൾ വലിയ വിഡ്ഢി ആരുമില്ല. അതുകൊണ്ട് വിഡ്ഢിത്വം ചെയ്യാതിരിക്കുക, വിഡ്ഢികളിൽ പെട്ടു പോവാതിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. എന്തെങ്കിലും അത്യാവശ്യമായിട്ട് ഈ 2 വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് അതിൽ എന്തെങ്കിലും അത്യാവശ്യം ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെ നമുക്ക് അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. ഇവിടെ
ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട് പറയുന്നുണ്ടല്ലോ, ഈ ഉലുൽ അസ്മുകളിൽപ്പെട്ട പ്രവാചകന്മാർ ദൂതന്മാർ ക്ഷമിച്ചതുപോലെ നീയും ക്ഷമിക്കുക എന്ന് പറയുമ്പോൾ പ്രവാചകനും ഒരു ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകനാണല്ലോ. അതെ. അങ്ങനെ ചോദിക്കുന്നതിന്റെ അല്ല, അത് പ്രവാചകനും ഉലുൽ അസ്മുകളിൽപ്പെട്ട പ്രവാചകനാണ്. അപ്പൊ തന്റെ കൂട്ടത്തിലുള്ള അല്ലെങ്കിൽ അതേ തത്തുല്യരായ ആളുകൾ എത്രമാത്രം സഹിച്ചിരുന്നു, ക്ഷമിച്ചിരുന്നു, അതേപോലെ താങ്കളും ക്ഷമിക്കുക എന്നേ അർത്ഥമുള്ളൂ. വേറെ തലങ്ങളൊന്നുമില്ല. ഈ മക്കായിലെ ജീവിതം അല്ലെങ്കിൽ ഇപ്പം ഇവിടെ തായിഫിലൊക്കെ സമയത്തും അതുപോലെ മദീനയിലെ മുനാഫിക്കുകളുടെ ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ക്ഷമ അത് വേറെ തന്നെ നമ്മൾ പഠിക്കേണ്ട ഒരു സംഗതി. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. സലാം. ലോകം ഇതിന് സംസാരിച്ച് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ലോകം എല്ലാം അവസാനിച്ച് എല്ലാം നക്ഷത്രങ്ങൾ അതിന്റെ സ്ഥാനങ്ങളിൽ ഉതിർന്നു വീഴും, എല്ലാം നശിക്കും, അള്ളാഹുവിന്റെ വജഹ് മാത്രം ബാക്കിയാവും എന്ന് പറയുന്നില്ലേ. അപ്പം ഭൂമിയല്ല, അതിനെ പിന്നെ ഭൂമി എല്ലാം നശിച്ച് അതിനൊരു തുരുത്ത് മാത്രമാക്കും എന്ന് പറയുന്നത്. ഇപ്പൊ ഇതിന്റെ ഒരു ലോജിക്ക് പലപ്പോഴും അതെന്താണ് അതിന്റെ ഒരു അത് പറഞ്ഞപ്പോഴും പിന്നെ ഭൂമി നമുക്ക് അവിടെ നിന്ന് കാണാൻ കഴിയും എന്നൊക്കെ പറയുമ്പോൾ എല്ലാം നശിക്കുമെന്ന് പറയുന്നത് നമ്മളെ ഒരു അത് തമ്മിലുള്ള കോൺട്രാഡിക്ഷൻ ചോദിച്ചല്ലേ. ഭൂമി നമ്മളെ അതായത് നമ്മളുടെ മരണം അത് പണ്ഡിതന്മാരുടെ ഇടയിൽ അവർക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എന്നാലും എനിക്ക് മനസ്സിലായ ഒരു സംഗതി പറയാണ്. നമ്മളുടെ ഒരു നശിപ്പിക്കലുണ്ടല്ലോ, നമ്മൾ നശിക്കുന്നത്, അതില് രണ്ട് തരം ഉണ്ടെന്നാ പറയണത്. ഒന്ന് മൊത്തമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നശിപ്പിക്കുന്നതുണ്ട്. ആദ്യത്തിൽ ഭൂമിയിലെ ജീവിതം നശിപ്പിക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അതാണ് നമ്മളെ ഖിയാമത്ത് എന്ന് നമ്മൾ പറയുന്നത്, ഭൂമിയിലെ ഖിയാമത്ത്. ഓക്കെ. അപ്പൊ അത് നശിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ തന്നെ നമ്മൾ ഉയർത്തെഴുന്നേൽക്കും. ആ നശിപ്പിക്കുന്നതോട് കൂടിയിട്ട് ഭൂമിയിലെ ആവാസ വ്യവസ്ഥയും ഭൂമിയിലെ സൗകര്യങ്ങളും എല്ലാ സംഗതികളും പൂർണ്ണമായിട്ട് നശിപ്പിക്കപ്പെടും. പർവ്വതങ്ങളൊക്കെ ഇളകും. പർവ്വതങ്ങളൊക്കെ ഇളകിയിട്ട് പറന്നിട്ട് കൂട്ടിയിടിച്ച് താഴെ വീഴും. അവസാനം ഭൂമി ഒരു വരണ്ട അതിന്റെ തനതായ സ്വഭാവത്തിലേക്ക് മാറും. ഫയദറുഹ ഖാഅൻ സഫ്സഫ, അങ്ങനെ പരന്ന ഒരു ഗ്രൗണ്ട് പോലെയായിട്ട് അത് മാറും. ആ ഭൂമിയിലാണ് നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതും മഹ്ശറ നടത്തുന്നത്. മഹ്ശറ എന്ന് പറയുന്നത് ഈ ഭൂമി തന്നെ ആയിരിക്കും. അവിടേക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സനഫ്റുഗു ലക്കും അയ്യുഹത്തക്കല, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞിരിക്കാം എന്ന് പറഞ്ഞ അങ്ങനെ അള്ളാഹു മലക്കുകളുടെ അകമ്പടിയോട് കൂടിയിട്ട് വന്ന് വിചാരണ നടത്തുന്നത്. അപ്പൊ അവിടേക്കാണ് യൗമൈദിൻ ജഹന്നം, നരകം അടുപ്പിച്ചു കൊണ്ടുവരുന്നത് എന്നൊക്കെ പറയുന്നത് അവിടേക്കാണ്. അപ്പൊ ഈ ഭൂമിയിൽ തന്നെ വെച്ചിട്ടാണ് അതിന്റെ സംവിധാനങ്ങളൊക്കെ നടത്തുന്നത്. പിന്നെ ചില ഇതിൽ പറയുന്നുണ്ട് പൂർണ്ണാർത്ഥത്തിൽ നശിപ്പിക്കപ്പെടും എന്ന് പറയുന്നുണ്ട്. പൂർണ്ണാർത്ഥത്തിൽ നശിപ്പിക്കപ്പെടുന്ന സന്ദർഭം ഈ നമ്മളുടെ വിചാരണയുടെയോ അതിന്റെ സമയമല്ല, അത് പിന്നീട് ഒരു സന്ദർഭത്തിലാണ് എന്നാണ് അത് സംബന്ധമായിട്ട് നോക്കിയപ്പോൾ മനസ്സിലാവുന്നത്. അങ്ങനെയാണെങ്കിൽ മാതാമത്തി സമാവാത്തു വല്ല അർദും, സ്വർഗത്തില് നമ്മളുടെ ഒരു സ്വർഗത്തിലും നരകത്തിലും നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഖാലിദീന ഫീഹ, അവർ അവിടെ ശാശ്വതരാണ്. മാതാമത്തി സമാവാത്തു അല്ലാതെ ആകാശഭൂമികളുള്ളിടത്തോളം കാലം, അതായത് പ്രപഞ്ചം നിലനിൽക്കുന്നിടത്തോളം കാലം സ്വർഗത്തിൽ അവർ ശാശ്വതരാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രപഞ്ചം നിലനിൽക്കുമ്പോഴല്ലേ സ്വർഗത്തിൽ ശാശ്വതത്തുള്ളൂ. അപ്പൊ പ്രപഞ്ചം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇല്ലാതാക്കുന്നതോട് കൂടിയിട്ട് സ്വർഗത്തിന്റെ ശാശ്വതത്വം അല്ലെങ്കിൽ സ്വർഗവും ചിലപ്പോൾ ഇല്ലാതാവും. നമ്മളൊന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ചിലപ്പം പോവാം, അള്ളാഹു ആലം. വേറൊന്ന് നമ്മൾ കടൽ കത്തിക്കപ്പെടും അല്ലെങ്കിൽ നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴും എന്നൊക്കെ പറയുന്നത് ഒരു പിന്നെ കടലൊക്കെ കത്തിക്കപ്പെടുന്നത് അതുപോലെ തന്നെ ഉണ്ടെങ്കിൽ, പക്ഷെ നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുന്നു എന്നൊക്കെ പറയുന്നത് ആലങ്കാരികമോ അല്ലെങ്കിൽ ഈ ഒന്നാം ആകാശത്ത് നിന്നുള്ള നക്ഷത്രങ്ങളുമായി ബന്ധപ്പെട്ടതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം എന്ന് അഭിപ്രായപ്പെട്ട ആളുകളുണ്ട്. ഏറ്റവും അവസാനം പറയാനുള്ളത് ഇത് ഗൈബിയായ കാര്യങ്ങളാണ്. നമുക്ക് അതിനെപ്പറ്റി കൃത്യമായിട്ട് പറയാനുള്ള ഒരു ഇൽമു ഇന്നും ആയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതിൽ ശരി. ഏകദേശം മനസ്സിലായിണ്ടാവും എന്ന് വിചാരിക്കണം, അല്ലേ? ഈ വയഖൂലുൽ കാഫിറു യാ ലൈതനി കുന്തു തുറാബ, കാഫിറാണല്ലോ അങ്ങനെ മണ്ണായിരുന്നെങ്കിൽ എന്ന് പറയുന്നുണ്ട്. അപ്പം ബാക്കിയുള്ളവരോ, ഫോർ എക്സാമ്പിൾ ഇപ്പം വിശ്വസിച്ചിട്ട് ഉള്ളവരൊക്കെ എല്ലാവരും സ്വർഗത്തിലേക്ക് പോകും എന്നാണോ അതിന്റെ മീനിങ്, അല്ലെങ്കിൽ എങ്ങനെയാ അത്? പിന്നെ നമ്മളും ഖേദിക്കും, എത്ര സത്യവിശ്വാസികളാണെങ്കിലും ഖേദിക്കും. കാരണം എന്താണെന്നറിയോ, നമ്മൾ ചെയ്ത ചെറിയ 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 നന്മകളില്ലേ, ആ നന്മകളുടെ പ്രതിഫലം അള്ളാഹു നൽകണ കാണുമ്പോൾ
ഞാൻ എൻ്റെ മുന്നിൽ വന്നിട്ട് നന്മകൾ നമ്മൾ ചെയ്യാതെ മാറ്റി വെച്ചിട്ടുണ്ടാവുമല്ലോ. ഇപ്പൊ പെട്ടെന്നൊരു ചെറിയൊരു നമ്മളെടുത്ത് ഉണ്ടാവും ചിലപ്പോൾ 10-20 കൊടുക്കാൻ നമ്മളെ കയ്യിലുണ്ടാവും. പക്ഷെ നമ്മൾ കൊടുക്കാം, അല്ലെങ്കിൽ പിന്നെ ഇപ്പം കൊടുത്താൽ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാവും, അങ്ങനെയൊക്കെ വിചാരിച്ച് നമ്മൾ മാറ്റി വെച്ച സംഗതികൾ, അല്ലെങ്കിൽ ചില സുൽഹ് ഉണ്ടാക്കേണ്ടടുത്ത്, അല്ലെങ്കിൽ ചില നന്മകൾ പറയേണ്ടടുത്ത്, അങ്ങനെ നമ്മൾ മാറ്റി വെച്ച സംഗതികൾ ഉണ്ടാവില്ല. അത് നമ്മളെ മുന്നിൽ ഇങ്ങനെ വലിയ നന്മയൊക്കെ ആയിട്ട് അങ്ങനെയാണ് പോകും. നമ്മളിൽ നിന്ന് മാറി മാറി പോണതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പൊ നമ്മളവിടെ ഖേദിക്കും, പഠിച്ചോനെ എൻ്റെ കയ്യിൽ കിട്ടാതെ പോയ സാധനമാണല്ലോ, എൻ്റെ കയ്യിലുണ്ടായിരുന്നല്ലോ, എനിക്കത് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് എനിക്കത് വലിയ ഒരു പ്രതിഫലമായിട്ട് ഇവിടെ കിട്ടുമായിരുന്നല്ലോ എന്ന് മനുഷ്യൻ ഖേദിക്കും, മുസ്ലിങ്ങളാണെങ്കിലും. പിന്നെ രണ്ടാമത്തെ സംഗതി, നമ്മൾ മുസ്ലിം ആണെങ്കിലും മുസ്ലിം അല്ലെങ്കിലും മുസ്ലിങ്ങളായ ആളുകൾ പിന്നെ അവരുടെ തിന്മ കൂടിക്കഴിഞ്ഞാൽ അവർ നരകത്തിൽ. അത് അത് പിന്നെ പണ്ഡിതന്മാർക്ക് ഏകാഭിപ്രായമുള്ള ഒരു സംഗതിയാണ്. മുസ്ലിം ആയതിന്റെ പേരിൽ അല്ല. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഹദീസിലൊക്കെ കാണാൻ, ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് അതിൽ ഉറച്ചു നിന്നിട്ടുണ്ടെങ്കിൽ അവൻ സ്വർഗത്തിലാണ് എന്ന് കാണാം. അപ്പൊ പിന്നെ അതിന്റെ വിശദീകരണം എന്താണ്? അതായത് അവർ നരകത്തിൽ പോകും, എന്നിട്ട് അവരുടെ തിന്മക്ക് ഉള്ള നരകത്തിൽ നിന്ന് അവർ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞാൽ അവരുടെ തിന്മയുടെ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നന്മ ഉയർന്നു വരുമല്ലോ. ആ സന്ദർഭത്തിൽ അവരെ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് കയറ്റുമെന്നാണ് പറയുന്നത്. ചില ആളുകളുടെ നന്മയും തിന്മയും സമമാവും. അവര് ആറാഫ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ഉണ്ടാവുക, സ്വർഗത്തിന്റെ നരകത്തിന്റെ ഇടയിൽ. അവർ രണ്ടും കാണിച്ചു കൊണ്ടിരിക്കും. അവസാനം അവർ കരഞ്ഞു വിളിച്ച് അള്ളാഹു അവരോട് അലിവ് തോന്നിയിട്ട് അവരെ സ്വർഗത്തിലേക്ക് മാറ്റും. പിന്നെ നരകത്തിൽ പോകുന്ന ആളുകൾ പോകുന്നതിന്റെ മുമ്പേ ആരുടെ അടുത്തെങ്കിലൊക്കെ മാന്തി പറിച്ചിട്ട് എല്ലാതും കിട്ടാനുണ്ടോ എന്ന് നോക്കും. അത് വല്ലാത്തൊരവസ്ഥയാണ്. ആ ഒരു അവസ്ഥ ഹദീസുകളിൽ വിവരിക്കുന്നുണ്ട്. വിചാരണ നടത്തി കഴിഞ്ഞിട്ട് നരകത്തിൽ പോകും എന്ന് കാണുന്നതോടുകൂടി വിശ്വാസിയായ ഒരാൾ നടന്നു ഓടും. ആരെങ്കിലും എൻ്റെ ഇബത്ത് പറഞ്ഞുണ്ടോ, ആരെങ്കിലും എനിക്ക് പൈസ തരാണ്ടോ, എന്തെങ്കിലുമൊക്കെ കിട്ടാനുണ്ടെങ്കിൽ, ഒരു 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 റുപ്യ 2 റുപ്യ എവിടെയെങ്കിലൊക്കെ വരാനുണ്ടെങ്കിൽ എനിക്ക് അതിൻ്റെ അവകാശം അവനെടുത്തിട്ടുണ്ട്, അങ്ങനെയൊക്കെ വാരി പിടിച്ചുണ്ടാക്കാൻ നോക്കുന്ന പറയുന്നത്, നരകത്ത് പോകണ ഒഴിവാക്കാൻ വേണ്ടി. അതൊക്കെ വല്ലാത്തൊരവസ്ഥയാണ്. പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു തിന്മക്ക് ഒരു തിന്മയുടെ പ്രതിഫലമേ ഉള്ളൂ, പക്ഷെ ഒരു നന്മ ചെയ്താൽ 10 പ്രതിഫലം തരുന്നുണ്ട്. എന്നിട്ടും മനുഷ്യന് നരകത്തേക്കാ പോവുക. ഏകദേശം 1999 ആളുകളും നരകത്ത് പോകുന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നമ്മൾ തമാശാക്കി എടുക്കരുത്, കുറച്ച് അധ്വാനിക്കണം. ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന, വെറുതെ അങ്ങ് സ്വർഗത്ത് പോകാന്ന് വിചാരിക്കണ്ട, നടക്കൂല. അധ്വാനിക്കണം. ഇൻഷാ അല്ലാഹ് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. ജസാക്കല്ലാഹ്. പിന്നെ ഈ നല്ല സുഹൃത്തുക്കൾ ഉണ്ടാകുന്ന സമയത്ത് തന്റെ സുഹൃത്ത് നരകത്തിലേക്ക് പോകുന്ന സമയത്ത് തിരിച്ച് അള്ളാഹുവിനോട് ശുപാർശ ചെയ്യും എന്നൊക്കെ 1-2 സ്ഥലത്ത് കേട്ടിട്ടുണ്ട്. അത് അറിയില്ല. പിന്നെ അതുപോലെ തന്നെ സ്വീകരിക്കും. ചെറുപ്പത്തിൽ മരിച്ചുപോയ കുട്ടികളും ഉപ്പാനെയും ഉമ്മാനെയും സ്വർഗത്തിലേക്ക് സത്യമാണ്, അങ്ങനെ ഹദീസുകളുണ്ട്. അത് നിങ്ങൾ പറഞ്ഞ കറക്റ്റാണ്. അപ്പൊ അങ്ങനെ സദസ്സുകളുണ്ടല്ലോ, ഇൽമിന്റെ സദസ്സുകൾ, അതിലെല്ലാം സ്ഥിരമായിട്ട് വന്നിരുന്ന ആളാണ്, പള്ളിയിലൊക്കെ വന്നിരുന്നത്. പക്ഷെ എന്തോ കാരണം കൊണ്ട് തെറ്റുകൾ അധികരിച്ചു പോകുകയോ, അല്ലെങ്കിൽ അങ്ങനെ തെറ്റ് പറഞ്ഞാൽ ഈ തുടർത്തപ്പെടുന്ന തെറ്റുകളാണ് പ്രശ്നം. നമ്മൾ തെറ്റുകൾ ചിലപ്പം നമ്മൾ പുറക്കിയാൽ പോയിക്കും, പക്ഷെ നമ്മൾ തുടർത്തപ്പെടുന്ന തെറ്റ്, അതായത് നമ്മളൊരു തെറ്റ് കാണിച്ചു കൊടുത്ത് അത് വേറെ ആൾ മറ്റൊരാൾ കാണിച്ചു കൊടുത്ത് അയാൾ മറ്റൊരാൾ കാണിച്ചു, അങ്ങനെ തുടർന്നു പോകുന്ന തെറ്റുകളുണ്ട്. ആ തെറ്റുകളിൽ നമുക്ക് അറിയാൻ പറ്റില്ല എത്ര വലിയൊരു കൂടാരമായിട്ടാണ് അത് മാറിയെന്ന് പറയാൻ പറ്റൂല. അപ്പൊ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മായ്ക്കപ്പെടുന്നത് വരെ അള്ളാഹിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അത് വലിയ പ്രശ്നമാണ്. അങ്ങനത്തെ തെറ്റുകൾ വന്നിട്ട് ചിലപ്പം അങ്ങനെ ആരെങ്കിലും സ്ഥിരമായിട്ട് എല്ലാ രംഗത്തും മുന്നിലുണ്ടായിരുന്ന ആളുകളാണ്, ഇഖ്ലാസ് ഉള്ള ആളാണ്, അങ്ങനെയൊക്കെ ആകുമ്പോൾ മറ്റുള്ള ആളുകൾ സ്വാഭാവികമായിട്ടും പഠിച്ചവനെ ഇയാൾ ഞങ്ങളുടെ സുഹൃത്താണ് ആയിരുന്നു, വേറെ ഞങ്ങൾ മോശത്തരൊന്നും കണ്ടിട്ടില്ല, അയാൾക്ക് ഇഖ്ലാസ് ഉണ്ട്, ചെറിയ കുറച്ച് തെറ്റുകൾ കൂടിപ്പോയതിന്റെ പേരിൽ അദ്ദേഹത്തെ നീ നരകത്തിലാക്കല്, അദ്ദേഹത്തിനെ ഞങ്ങളെ കൂടെ സ്വർഗത്തിലേക്ക് കൊണ്ടുവരണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തെ മിസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് പഠിച്ചവനോട് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പഠിച്ചവൻ അത് സ്വീകരിക്കും എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. ഇമാം ഹസൻ അൽ ബസരി ഒക്കെ ആ സംഗതി മുന്നിൽ വെച്ചിട്ട് തന്റെ അനുയായികളോട് എനിക്ക് വേണ്ടി നിങ്ങൾ എന്നെ കണ്ടിട്ടില്ലെങ്കിൽ എനിക്ക് വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് പറയണമെന്ന് ചോദിച്ചിരുന്നു. ആ പണ്ഡിതന്മാരുടെ ഒക്കെ ഒരു മനസ്സ് അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ പറയണം എന്ന് പറഞ്ഞിരുന്നത്. അതേ വസിയത്ത് തന്നെയാണ് എനിക്ക് നമ്മളോട് എല്ലാവരോടും പറയാനുള്ളത്. എന്നെ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളും പറയണം, നിങ്ങൾ ആരെ കണ്ടിട്ടില്ലെങ്കിലും ഞാനും പറയാം. ആ അർത്ഥത്തിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വസിയത്ത് ഉണ്ടാവണം ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ ചെറിയ കുട്ടികൾ, മരണപ്പെട്ടു പോയ കുട്ടികൾ എന്തായാലും സ്വർഗത്തിലായിരിക്കും. പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് മരിച്ച എല്ലാവരും സ്വർഗത്തിലായിരിക്കും. അവർ തങ്ങളുടെ മാതാപിതാക്കളെ പിടിച്ചു വലിക്കും എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. അങ്ങനെ ഭാഗ്യം കിട്ടിയിട്ട് സ്വർഗത്തിലേക്ക് വരുന്ന മാതാപിതാക്കൾ ഉണ്ടാവും. എന്തായാലും അത് എളുപ്പമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കട്ടെ.
ആമീൻ. ജസാക്കല്ലാ. എന്നാ അവസാനിപ്പിക്കല്ലേ ഇൻഷാ അല്ലാ. ഒരു മിനിറ്റ്, അതിനു മുമ്പ് ഉസ്താദ്, നമുക്ക് ഇന്ന് നമ്മുടെ ലാസ്റ്റ് ക്ലാസ് ആണ് ഇതിന്റെ ഈ സെഷന്റെ. അപ്പോൾ നമ്മൾ ഇനി ഇതിന്റെ ഒരു എക്സാം പോലെ ഇടുന്നുണ്ടോ? ആ ഇൻഷാ അല്ലാ. അത് എങ്ങനെ? അപ്പൊ എന്നാണ് എക്സാം? നമുക്ക് അടുത്ത ആഴ്ച ഇട്ടല്ലോ. അടുത്ത ആഴ്ച അപ്പൊ നോമ്പാവും ഈ സമയമാകുമ്പോഴേക്ക്. അതെ, അത് എങ്ങനെയാണ് അതിന്റെ ഉസ്താദ് കാണുന്ന രീതി, അതിന് എങ്ങനെയാണെന്ന്? ഞാന് പിന്നെ നമുക്ക് ഗൂഗിൾ ഫോമില് ആ ഒരു പിന്നെ മൾട്ടിപ്പിൾ ചോയ്സും അതുപോലെ ഒരു സിംഗിൾ ആൻസർ എഴുതുന്നതുമായ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇടാൻ ഇൻഷാ അല്ലാ. ഇൻഷാ അല്ലാ. എല്ലാവരും അറ്റംപ്റ്റ് ചെയ്തോട്ടെ. അങ്ങനെ പറയാം. ഓക്കെ. ഗൂഗിൾ ഫോം ആകുമ്പോൾ സൗകര്യമായിരിക്കും എല്ലാവർക്കും ഇൻഷാ അല്ലാ. അപ്പൊ അങ്ങനെ ഗൂഗിൾ ഫോം നമ്മളത് എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ അതിനകത്ത്? അതോ ഉസ്താദിനെ പ്രിപ്പയർ ചെയ്തിടുവോ? എങ്ങനെയാണെന്ന് പറയുകയാണെങ്കിൽ. ഞാൻ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യാം. ചിലപ്പം ഗൂഗിൾ ഫോമിലേക്ക് ഒന്ന് മാറ്റാൻ അത് നമ്മൾ ചെയ്തോളാം ഇൻഷാ അല്ലാ. നമ്മൾ ചെയ്യാം. ക്വസ്റ്റ്യൻ ഞാൻ പ്രിപ്പയർ ചെയ്ത് ഇൻഷാ അല്ലാ. ഓക്കെ. അപ്പൊ അങ്ങനെ ആ രീതിയിൽ നമുക്ക് തുടങ്ങാം. പക്ഷെ അതനുസരിച്ച് ശേഷം നമ്മൾ എല്ലാവർക്കും ഇതിന്റെ കോഴ്സിന്റെ സർട്ടിഫിക്കറ്റ് നമ്മൾ കൊടുക്കുന്നതായിരിക്കും, വിതരണം ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ റമദാനിന് ശേഷം, ഇപ്പൊ റമദാനിൽ ക്ലാസ് ഉണ്ടായിരിക്കുന്നതല്ല, അപ്പൊ അതിനുശേഷം നമുക്ക് അടുത്തൊരു ബാച്ച് നമുക്ക് തുടങ്ങാവുന്നതാണ് ഇൻഷാ അല്ലാ. അപ്പം എല്ലാവരും തുടർന്നും സഹകരിക്കുക ഇൻഷാ അല്ലാ. ഖുർആൻ പഠിക്കാനും ഖുർആൻ പഠിപ്പിക്കാനുള്ള ഈ ഒരു ശ്രമത്തിൽ എല്ലാവരും ഭാഗമാക്കാവുക ഇൻഷാ അല്ലാ. നമ്മളൊന്ന് അവസാനിപ്പിക്കാൻ ഞാന് അല്ല, അടുത്ത നമ്മളുടെ ബാച്ച് ചേരേണ്ടത് എങ്ങനെയാണെന്ന് പറയോ? എങ്ങനെയാണ് അടുത്ത ബാച്ചിന് ചേരേണ്ടതെന്ന് പറയോ? ഇപ്പോഴുള്ള ആളുകള് ഇപ്പോൾ ഇപ്പോഴുള്ള ബാച്ചിൽ നമ്മളിപ്പോൾ ബാച്ചിന്റെ ഗ്രൂപ്പ് ഉണ്ടല്ലോ, ആ ഗ്രൂപ്പിൽ നമ്മൾ അതിന്റെ ഒരു അടുത്ത ബാച്ച് തുടങ്ങുന്നതിന് മുമ്പ് അതിന്റെ ഒരു പോസ്റ്ററും കാര്യങ്ങളും ഇത് ചെയ്യുന്നതാണ്. അപ്പം അത് അതുപോലെ തന്നെ നമ്മൾ തുടരും. അതുപോലെ തന്നെ നമുക്ക് വേറെ ആർക്കെങ്കിലുമൊക്കെ ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ നേരത്തെ അറിയിക്കുകയാണെങ്കിൽ അവർ ആ ബാച്ചിലേക്ക് ആഡ് ചെയ്യാം ഇൻഷാ അല്ലാ. അതുകൂടാതെ തന്നെ നമ്മൾ യൂറോപ്പിലുള്ള മലയാളി കമ്മ്യൂണിറ്റി, മുസ്ലിം കമ്മ്യൂണിറ്റികൾക്കിടയിൽ നമ്മൾ ഈ ഒരു ഇങ്ങനെ ഒരു ക്ലാസ്സിനെ സംബന്ധിച്ച്, ഇങ്ങനെ ഖുർആൻ പഠനത്തെ സംബന്ധിച്ചുള്ള ഒരു അറിവ് എല്ലാവർക്കും കൊടുക്കുന്നതാണ്. പോസ്റ്ററും അതനുസരിച്ച് ഷെയർ ചെയ്യുന്നതാണ്. അതനുസരിച്ചുകൊണ്ട് നമുക്ക് ഇൻഷാ അല്ലാ ഇനി ആരെങ്കിലും പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, നമ്മൾ ബാച്ചിന്റെ ആളുടെ എണ്ണം കൂടുകയാണെങ്കിൽ നമുക്ക് ഒരുപക്ഷെ നമ്മളൊന്ന് ഒരു ബാച്ചിന്റെ ഇതും അതനുസരിച്ച് മാറ്റേണ്ടി വരുമായിരിക്കും ഇൻഷാ അല്ലാ. അത് നമുക്ക് ഭാവിയിൽ നമുക്ക് ആലോചിക്കാവുന്ന കാര്യങ്ങളാണ്. നമുക്ക് പിന്നെ സമയവും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് തീരുമാനിക്കാം. ഇപ്പോഴുള്ള ആളുകൾക്ക് അങ്ങനെ തന്നെ തുടരാവുന്നതാണ് അല്ലെ? പ്രത്യേകിച്ച് ഒന്നും ചെയ്യാണ്ട് തന്നെ ആ ഗ്രൂപ്പിൽ ഇല്ല. ഇപ്പൊ ഇതിനകത്ത് തന്നെ ഉള്ളവരെല്ലാവരും ഒന്ന് രജിസ്റ്റർ ചെയ്യേണ്ടി വരുമായിരിക്കും. അത് ആ ഒരു സമയത്ത് ഇൻഷാ അല്ലാ അത് ഗ്രൂപ്പിലൂടെ അറിയിക്കാം. ഏതായാലും ഗ്രൂപ്പിൽ നിന്ന് ആരും എക്സിറ്റ് ആകരുത്. ഗ്രൂപ്പ് അതുപോലെ തന്നെ നിലനിൽക്കുന്നതായിരിക്കും. ആ ഗ്രൂപ്പിൽ നമ്മുടെ ബാക്കി ക്ലാസ്സിനെ സംബന്ധിച്ച് അടുത്തതിനെ സംബന്ധിച്ചുള്ള ഇൻഫോർമേഷൻ ഷെയർ ചെയ്യുന്നതായിരിക്കും ഇൻഷാ അല്ലാ. ഇൻഷാ അല്ലാ. സഹോദരന്മാരെ, റമദാനാണ് വരുന്നത്. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന വലിയൊരു അനുഗ്രഹമാണ് റമദാൻ എന്ന് പറയുന്നത്. ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ഇന്നലത്തെ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എനിക്ക് അന്നേരം കയറാൻ പറ്റില്ല, ഞാൻ വേറെ ക്ലാസ്സുള്ള സമയമായിരുന്നു. അപ്പോൾ വലിയൊരു അനുഗ്രഹമാണ് റമദാൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുന്നിൽ അള്ളാഹു വന്നിട്ടുള്ളത്. എല്ലാ ശൈത്താന്മാരെയും ചങ്ങലക്കിടുന്ന എല്ലാ നന്മക്ക് ഒരുപാട് പ്രതിഫലം. സാധാരണഗതിയിൽ നന്മക്ക് 10 ഇരട്ടി പ്രതിഫലമാണ്. ഈ റമദാനിൽ 70 ഇരട്ടി പ്രതിഫലമാണ്. ഓരോ വാക്കുകൾക്കും ഖുർആനൊക്കെ ഓതുമ്പോൾ അതിനൊക്കെ ഒരുപാട് പ്രതിഫലമുണ്ട്. അതുകൊണ്ട് റമദാൻ കഴിയുന്നോട് കൂടി, അതായത് ഒരാളുടെ അടുത്ത് റമദാൻ വന്ന് പോയിട്ട് അയാള് പാപം പൊറുക്കപ്പെടാത്തവനായിട്ട് അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ അവനേക്കാൾ നഷ്ടപ്പെട്ട ആരും ഇല്ല എന്നാണ് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് നമുക്ക് റമദാൻ ഒരു അവസരം കിട്ടി, അതിൽ നമ്മളെല്ലാം ചെയ്യണം. സക്കാത്തുകൾ കണക്കൂട്ടി കൊടുക്കണം, സദക്കകൾ ചെയ്യണം, ഇബാദത്തുകൾ ചെയ്യണം, ഖിറാഅത്ത് ചെയ്യണം, എല്ലാം ചെയ്യണം. അപ്പം അള്ളാഹുവിന് വേണ്ടിയിട്ട് നമ്മൾ സമർപ്പിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് നമ്മൾ മാറണം. പ്രത്യേകിച്ച് നമ്മുടെ ജീവിത സാഹചര്യം, നമ്മൾ ചുറ്റുപാടാൻ ജോലി നിൽക്കുന്ന സാഹചര്യം ഒന്നും അങ്ങനെ ഒന്നും ആവില്ല. പക്ഷേ റമദാൻ വരുന്നതോട് കൂടി ഒരു വിശ്വാസി പൂർണ്ണമായിട്ടും മാറണം. അങ്ങനെ നമുക്കത് ഉപയോഗപ്പെടണം. അതുപോലെ തന്നെ നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടി പ്രാർത്ഥിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നു പോകുന്ന ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് രോഗം കൊണ്ടും അതുപോലെ കടബാധ്യത കൊണ്ടും മറ്റ് വ്യത്യസ്ത വിഷയങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എല്ലാവർക്കും അതിൽ നിന്ന് മുക്തി നൽകുമാറാകട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ സന്തോഷത്തോടു കൂടി ഒരുമിച്ച് കൂടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. اللهم اغفر لنا ذنوبنا وإسرافنا في أمرنا وثبت أقدامنا وانصرنا على القوم الكافرين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءنا وأعداء الدين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات
الأحياء منهم والأموات إنك سميع قريب مجيب الدعوات. اللهم انصر إخواننا في فلسطين، اللهم انصرهم، اللهم ثبت أقدامهم، اللهم سدد رميهم يا رب العالمين. اللهم أجرنا من النار وأجر والدينا من النار وأدخلنا الجنة مع الأبرار، جنات الفردوس مع النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. آمين برحمتك يا أرحم الراحمين. اللهم صل على محمد، اللهم صل عليه وسلم. السلام عليكم ورحمة الله.